അവിടുത്തെ ബാർബറും അവിടെ അപ്പുറത്ത് ഇരിക്കുന്നവർ രണ്ടൊരു മോഹൻലാൽ ഫാനും ഒരു മമ്മൂട്ടി ഫാനും തമ്മിലുണ്ടായ ഒറിജിനൽ കോൺവെർസേഷൻ അതേപോലെ എടുത്തു വെച്ചതാണ്. ഞാൻ ഡയറക്ടറോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ചേട്ടനും കലാഭവൻ ഷാജോനെ അനിയനുമാക്കിയത്? ഭയങ്കര എനിക്ക് ഓക്കെ അല്ലാത്തൊരു പൊളിറ്റിക്സ് പറയാൻ ഞാൻ ശ്രമിക്കാറുമില്ല. ഇതിങ്ങനെ ഒരു സൊസൈറ്റീനെ നന്നാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡയറക്ഷൻ അടുത്ത വർഷം നടക്കുമെന്നാണൊരു പ്രതീക്ഷ. ഞാൻ പൊതുവെ കുറച്ച് മലയാളം അല്ലാത്ത ലാംഗ്വേജ് സിനിമകൾ വളരെ കുറവ് കാണുന്ന ആളാണ്. ഇതിനാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെ സോ കോൾഡ് ഹീറോ മെറ്റീരിയലുള്ള സാധനങ്ങളൊക്കെ ഒന്നും വഴങ്ങുന്ന ആളല്ല ഞാൻ. ഇൻഡസ്ട്രിയിലൊരു ബേസിക് അവസ്ഥ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി പലതിനും സമയമുണ്ട്, പക്ഷേ ആക്ടറെ വർക്ക് ചെയ്യാൻ പലപ്പോഴും സമയമെടുത്ത് കാണാറില്ല. ഫിലിം റിവ്യൂസിനെ ഞാൻ കാണുന്നത് ഇപ്പം നമ്മൾ ഒരാൾ സിനിമ കണ്ടിട്ട് നമ്മളോട് അഭിപ്രായം പറയുന്ന പോലെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് അതിനെ കാണുന്നു, അത്രേ ഉള്ളൂ. ഒരു സിനിമ കണ്ടുകൊണ്ട് ഒരാൾ മോശമാകുകയോ ഒരാൾ നല്ലതാകുകയോ ഒറ്റ സിനിമ കൊണ്ട് സംഭവിക്കുമെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ ഇന്ന ഏജ് ജോലി കിട്ടണം, ഇന്ന ഏജ് വരുമാനം ഉണ്ടാണ്, ഇന്ന ഏജ് കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള സൊസൈറ്റി പ്രഷറുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഗോളിന് എപ്പോഴും ഇങ്ങനെ ടൈമിങ് സിനിമയിലേക്ക് വരുമ്പോൾ ആളുകൾ വെക്കുന്ന കാണാറുണ്ട്. പരാജയപ്പെടാനുള്ള അവകാശം കൂടെ കൊടുക്കുമ്പോഴാണ് നല്ല അറ്റംപ്റ്റുകൾ സാധ്യമാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്താണ് പ്രേമലു 2ന്റെ അപ്ഡേറ്റ്? എന്താണ് പ്രൊഡക്ഷൻ? എന്തായാലും ഉടനെ ഇല്ല. എല്ലാവരും ദിലീഷ വരുന്നേന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞൊരു ചോദ്യമാണ്, എന്താണ് ഈ പോത്തേട്ടൻ ബ്രില്യൻസ് എന്നൊന്ന് ചോദിക്കണം. എന്താണ് എക്സാക്ട്ലി അത്? എന്താണെന്ന് എനിക്കും അറിയത്തില്ല. അത് മീഡിയ തന്ന പേരാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് പലരും പല അർത്ഥത്തിലാണ് ആ വാക്കിനെ മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പം മഹേഷ് റിലീസായി പതുക്കെ ഇങ്ങനെ അങ്ങനെ ഒരു വാക്കിങ്ങനെ കേൾക്കാൻ തുടങ്ങി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീഡിയയിൽ. പിന്നെ അതിങ്ങനെ ഹാഷ്ടാഗ് പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ ആദ്യ സമയത്ത് എനിക്കത് ഭയങ്കര ഇൻസൾട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നെ കളിയാക്കുന്ന പോലെയൊക്കെയാണ് ആദ്യം തോന്നി. അങ്ങനെ എന്തോ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അല്ലല്ല, പിന്നെ അത് എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഇപ്പം നമ്മളൊരാളിങ്ങനെ ഇരുത്തിയിട്ട് അതിങ്ങനെ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചളിപ്പുണ്ടല്ലോ അതിനെ ഫേസ് ചെയ്യാൻ എന്ന് പറയുന്ന പോലെ അതിനാണ് എനിക്കതിനെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഗ്രാജുവലി ഞാനതുമായിട്ട് പൊരുത്തപ്പെടുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് പലരും ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യ ഒരു ഡെഫിനേഷനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവർ ഭയങ്കര ഡീറ്റെയിലിങ്ങിനെ അങ്ങനെ അതാണെന്ന് പറയുന്നു, ചിലവർ ക്യാരക്ടറിൻ്റെ ചില അങ്ങനെയൊക്കെ അതിങ്ങനെ പലരും പല രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അതിനൊരു ഡെഫിനേഷൻ. ഈ കരിയറിനെ കുറിച്ച് തിയേറ്റർ ആർട്സ് പഠിക്കാൻ കാലടിയിൽ പോകുന്നു, സുരഭി ലക്ഷ്മിയൊക്കെ കൂടെ പഠിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. പിന്നെ ആക്ടിങ്ങിൽ ചെറിയൊരു റോളിൽ വരുന്നു. അത് ഇത് ചെയ്യാമോ, എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടെന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്? വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും ആർട്ടിസ്റ്റുകളോ അങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ആയിരുന്നില്ല. എൻ്റെ അച്ഛൻ കുറേ കാലം ഇങ്ങനെ ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഫിലിം പെട്ടികൾ തിയേറ്ററിലേക്ക് എത്തുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. കുറേ കാലം അച്ഛൻ ചെയ്തിരുന്നു. അപ്പോൾ അതുമാത്രം, അതല്ലാണ്ട് സിനിമയുമായിട്ടോ ആർട്ടുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ആളായിരുന്നില്ല. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സിനിമ അങ്ങനെ കാണും, അനുവാദത്തോടെ ഇല്ലാതെയൊക്കെ കാണുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ ഒരു സിനിമ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇരിക്കുമ്പം ആണ് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി കരിവള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് അന്ന് ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്തോ പ്രൊഡക്ഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പാതി വഴി വെച്ചിട്ട് പുള്ളിയായിട്ട് ഇങ്ങനെ ഉടക്കിട്ട് പിരിഞ്ഞു പോയപ്പം അങ്ങനെ ഒരു ദൗത്യം എന്നെ അങ്ങ് ഏൽപ്പിച്ചതാണ്. അന്ന് പുള്ളിയോട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെയൊക്കെ ഒരു വർക്ക്, ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയത് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അങ്ങനെ അതോടുകൂടി എനിക്ക് പതുക്കെ ഇങ്ങനെ ഡയറക്ഷനിൽ ചെറിയ താല്പര്യം തോന്നി. വർക്കുകളൊക്കെ ഭയങ്കര മോശം വർക്കുകളായിരുന്നു. ഇപ്പോൾ ആലോചിക്കുന്നത് ഭയങ്കര മോശമായിരുന്നു ആദ്യ സമയത്ത് ചെയ്തിരുന്ന വർക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെ അപ്പം സിനിമയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യാന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ അന്നേരപ്പം തോന്നി. പിന്നെ അപ്പം ജോലിയൊക്കെ വിട്ടിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ശ്രമിച്ചിറങ്ങുക തന്നെയായിരുന്നു.
അങ്ങനെ പക്ഷേ വർക്ക് ഇൻഡസ്ട്രി വന്ന് ഞാനിങ്ങനെ കുറേ നാൾ തീർച്ചയായിട്ടും 3-5 കൊല്ലം ഇങ്ങനെ കറങ്ങി നടന്ന് ചെറിയ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ ചെറിയ പടങ്ങളിൽ വർക്ക് ചെയ്തതൊക്കെ ഒന്നും അങ്ങനെ ഒരു കൊമേഴ്ഷ്യലി വിജയിച്ച സിനിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കാഡമിക് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള സിനിമകളൊന്നും ആയിരുന്നില്ല പലതും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടൊക്കെയാണ് ഈ പ്രൊഫഷനിലേക്ക് വന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഈ എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ വന്നാൽ കുറച്ച് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ ജോലി കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് കരുതി. പക്ഷേ ആ സമയത്ത് വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ എൻജോയ്മെൻറ്റ് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നില്ല. കൂടുതൽ സ്ട്രെസ്സും ഒക്കെ ആയിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്തത്. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പോയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കഘട്ടത്തിൽ അതിന് 2 ഫേസ് ഉണ്ട്. ഒന്ന് ഞാൻ കാലടി പഠിക്കാൻ പോകുന്നതിന് മുമ്പും ശേഷമുള്ള ഫേസായിട്ട് തന്നെ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ പെട്ടെന്നൊരു ദിവസം, അപ്പോൾ എനിക്ക് 30 വയസ്സിന് വെച്ച പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു ദിവസം കാലടിയിൽ MA ചെയ്യാൻ പോകാൻ ഞാനങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നാടകം ചെയ്യാൻ പോകാൻ തീരുമാനിക്കാൻ കാരണം എന്താ? ഞാൻ അന്നേരം ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ആലോചിച്ചുള്ളൂ. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ എന്താണ് വഴിയെന്ന് ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റെഗുലർ കോളേജിൽ പോയിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് റെഗുലർ കോളേജിൽ പോയിട്ട് ഒരു 2 കൊല്ലം സ്പെൻഡ് ചെയ്താലോ എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാനങ്ങനെ ആദ്യം മഹാരാഷ്ട്രയിലാണ് എന്തെങ്കിലും കോഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് സുധീർ ബാബു എന്ന് പറയുന്ന ലോകധർമ്മിയിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുണ്ട്. അപ്പോൾ സുധീർ ബാബു എന്നോട് പറഞ്ഞ് കാലടിയിൽ MA തിയേറ്റർ കോഴ്സ് ഉണ്ട്, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അന്നേരം പിന്നെ തിയേറ്ററിൻ്റെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. ഒരു ഭയങ്കര പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ അങ്ങ് വന്ന് അങ്ങനെ അങ്ങ് സംഭവിച്ചു. അത് ഹെൽപ്പ് ചെയ്തോ? പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു ഇപ്പം 2 വർഷക്കാലം ഞാനറിയാം ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലല്ല, അതിനപ്പുറത്തൊരു വ്യക്തി എന്ന രീതിയിൽ പോലും എനിക്ക് കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ച പീരീഡാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. അപ്പം ശ്യാംപുഷ്കറിനൊക്കെ എപ്പോഴും പറയും, ഞാൻ കാലടിക്ക് പോയ ഞാനും തിരിച്ചു വന്ന ഞാനും രണ്ടാണെന്നുള്ളത്. അതിന് മുമ്പും അറിയാവുന്ന അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയാണ് പറയലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അത്രയധികം സ്വാധീനിച്ചിരുന്നു. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല നമുക്കങ്ങനെ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതാണ് പ്രധാനമായിട്ടത്. പിന്നെ കാഴ്ചപ്പാടിലും മനസ്സിലാക്കലുകളിലും ഒക്കെ ആ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ തിയേറ്ററിൽ വർക്ക് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, അതിന് മുമ്പ് 2-3 വർഷക്കാലം ഞാൻ സിനിമയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അന്നേരം കിട്ടാത്ത നമ്മൾ ആ മിസ്സായെന്ന് പറഞ്ഞ സന്തോഷവും എൻജോയ്മെൻറ്റൊക്കെ ഞാൻ ഈ കാലയളവിൽ എനിക്ക് കിട്ടിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട്. അങ്ങനെയാണ് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ ചെയ്യുന്ന വർക്കിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടാണ് സോൾട്ട് ആൻഡ് പെപ്പർ പോലുള്ള 2ാമത്തെ പാറ്റേൺ സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നതും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ഫേസിലാണ്. ആ ഫേസ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് കാലടിന്നാണോ ഒരു നടൻ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ് വന്നത്? പിന്നെ അഭിനയത്തിൽ ഉറപ്പായിട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അതെ. അല്ലെങ്കിൽ അതിന് മുമ്പ് വരെ അഭിനയിക്കുക എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അഭിനയം എന്നെ അങ്ങനെ ആകർഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ കാലടി ചെന്നപ്പോഴത്തേക്കും അഭിനയിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ബാക്കി പ്ലേകളിൽ നമ്മൾ സഹകരിക്കേണ്ടി വരും, അഭിനയിക്കേണ്ടി വരും. അങ്ങനെയാണ് അഭിനയിച്ച് തുടങ്ങുന്നത്. കാലടിയിൽ കുറച്ച് നാടകങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പം ഗോപൻ ചിദംബരം അപ്പോൾ അവിടെ അധ്യാപകനാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു പ്ലേ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വന്നപ്പോഴത്തേക്കും ഗോമാഷ് എന്നെ അങ്ങ് നിർത്തി പുകഴ്ത്തി വല്ലാണ്ട്. കുറച്ചു നേരം പുകഴ്ത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ് പേടിക്കേണ്ട, ഗോമാഷ് എല്ലാവരെയും ഇങ്ങനെ പുകഴ്ത്തുന്നതാണ്, അത്ര പേടിക്കേണ്ട, അത്ര നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്ന് പറയാം. പക്ഷേ എന്നാലും അവിടെ തൊട്ട് എനിക്കിങ്ങനെ ചെറുതായിട്ട് ആക്ടർ എന്ന രീതിയിലുള്ള കോൺഫിഡൻസ് ഇത് വളരെ കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ പതുക്കെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സോൾട്ട് ആൻഡ് പെപ്പറിൽ അഭിനയിക്കേണ്ടി വരുന്നത്. ഒരു പക്ഷേ അഭിനയിക്കാൻ എന്നെ സോൾട്ട് ആൻഡ് പേപ്പറിൽ ഒരു ഡയറക്ടറുടെ ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഞാൻ സോൾട്ട് ആൻഡ് പേപ്പറിൽ അഭിനയിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു പരിധിവരെ ഞാനവിടെ നാടകം ചെയ്തില്ലായിരുന്നു. അവിടെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പം ആ ക്യാരക്ടർ ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ കോൺഫിഡൻസ് ചിലപ്പം ചെയ്തേക്കാമെന്ന് വെച്ചതിൽ കാരണം ഈ തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. കാലടി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചേനെ. കാരണം ഞാൻ അന്നേരപ്പോഴും കരുതുന്നില്ല ഇതിനെ തുടർന്ന് എനിക്ക് അങ്ങനെ ഒരു ആക്ടിങ് കരിയർ ഉണ്ടാവുമെന്ന്. സോൾട്ട് ആൻഡ് പേപ്പർ
ചെയ്യുമ്പോഴും ഇത് കൂട്ടുകാരുടെ ഒരു പരിപാടിക്ക് നമ്മൾ സഹകരിക്കാൻ പോയ പോലെ ഉള്ളൂ അതിലഭിനയിക്കുമ്പോൾ. ജോലി കിട്ടി എന്ന് പറഞ്ഞു, അത് ഇതിന് മുമ്പായിരുന്നു ജോലി കിട്ടി, ജോലി കളഞ്ഞിട്ട്? അതെ 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 അത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലം ബാംഗ്ലൂർ അങ്ങനെ ജോലിക്കായിട്ട് അതിനാലൊന്നുമില്ല, ഒരു 5-8 മാസമൊക്കെ നിന്നുള്ളൂ. അപ്പം തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മളെ കൊണ്ട് കൂടിയാലെന്നുള്ളത് മനസ്സിലായി. വീട്ടിൽ സപ്പോർട്ടായിരുന്നോ ഈ കുറെ നാളത്തെ സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്തൊക്കെ? സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതൊരു തുറന്ന സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ബാംഗ്ലൂർ കോഴ്സ് പഠിത്തമൊക്കെ കഴിഞ്ഞൊരു ജോലിയൊക്കെ കിട്ടിയെന്ന് വീട്ടുകാരെ ആശ്വസിച്ചിരുന്ന സമയത്താണ് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു ഭയങ്കര സപ്പോർട്ടല്ല എന്ന് വെച്ച് എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്നേരം ഞാനൊരു സ്റ്റാൻഡ് എടുത്ത് ഒരു വർഷത്തെ ബ്രേക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൽ ഞാൻ ഇത്ര കുറച്ചായി പഠിത്തമൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ്. എനിക്കൊരു വർഷത്തെ ബ്രേക്ക് വേണമെന്ന് വീട്ടിൽ അവതരിപ്പിച്ചു. അങ്ങനെ 1 വർഷത്തെ അപ്രൂവൽ കിട്ടി. പിന്നെ 2 അപ്പോഴത്തേക്ക് ആ പ്രഷർ വീണ്ടും വർക്ക് ചെയ്യാൻ പോകാനൊക്കെ ആയിട്ട് അത് വന്നുകൊണ്ടിരുന്നത്. അത് 2, 3, 4 ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ഇനി ഇതിൽ നിന്ന് പിന്മാറത്തൊന്നുമില്ല എന്ന് മനസ്സിലായി. ആ ഘട്ടം മുതൽ എനിക്ക് തോന്നുന്നു വളരെ ശക്തമായ പിന്തുണ. അതുവരെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കുമായിരുന്നു. ഇപ്പം പണ്ട് ഈ വീട്ടിൽ എനിക്ക് ഈ ചെറുപ്പം മുതൽ ഇങ്ങനെ സിനിമ കാണുന്ന ഭയങ്കരമായിട്ട് സിനിമ കാണും, എപ്പോഴും സിനിമാ ഭ്രാന്താണ്. അപ്പോൾ എൻ്റെ ഈ സിനിമാ താല്പര്യം കുറയ്ക്കാനായിട്ടായിരിക്കാം ഞാനിപ്പോൾ വീട്ടിലിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സിനിമ കണ്ടാലും എൻ്റെ ഫാദർ ഇങ്ങനെ സിനിമേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഇതിനെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിനിമ ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ സിനിമയിൽ നടക്കും, അല്ലാണ്ട് ലൈഫിൽ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രധാനമായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുള്ള എനിക്ക് പറഞ്ഞാൽ റിയലിസത്തെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും സംസാരിക്കാറ്. എനിക്ക് സിനിമയോടുള്ള അഗാധമായി ഈ ഭ്രാന്തൊന്നും മാറ്റുക എന്നുള്ളതായിരിക്കും അച്ഛൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിങ്ങനെ പറയും. പക്ഷേ എനിക്കിത് ഒരു ചെറിയ ട്രോമ പോലെ ആയിട്ടുണ്ട്. കുറേ കാലം ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കിപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എന്തെങ്കിലും മോശം സീൻ ഏത് സിനിമയിലായാലും കണ്ടാൽ എൻ്റെ പേര് ഇപ്പോൾ അച്ഛൻ അപമാനിക്കാൻ സാധ്യതയുണ്ട്, ഞാനിപ്പോൾ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഈ അച്ഛൻ റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണോ ദിലീഷിന്റെ 3 സിനിമകളും ഒരു സോക്കോൾഡ് റിയലിസ്റ്റിക്? ചിലപ്പോൾ അച്ഛൻ എന്നെ ഞാൻ പറയുന്നില്ല, അച്ഛൻ ഈ ആരോപണം ഉണ്ടാവരുതെന്നുള്ളത് എൻ്റെ ബേസിക് ആയിട്ടുള്ള കിടക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ചെറുപ്പത്തിലേ കിട്ടിയിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കിടപ്പുണ്ടാവും. ഈ അപമാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ അങ്ങനെ. അതേപോലെ ആക്ട് ചെയ്ത സിനിമകളും ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മളിപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും സിനിമാറ്റിക് ആണ്. ആ പ്രിമൈസസിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ഏറ്റവും റിയലിസ്റ്റിക് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളെയാണ് ദിലീഷ് അവതരിപ്പിച്ചിട്ടുള്ളത്. എക്സെപ്ഷൻ മേ ബി റൈഫിൾ ക്ലബ് ഒക്കെയാണ് സോക്കോൾഡ് സിനിമാറ്റിക് ക്യാരക്ടർ. അപ്പോൾ അതും ഒരു ചോയ്സ്, എങ്ങനെയാണ് ആ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? എന്നിലേക്ക് ഞാനിനി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തു തുടങ്ങിയോണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ ആക്ടിങ് ശൈലി കൂടുതലും അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്നിലേക്ക് വരുന്ന കഥാപാത്രങ്ങളും കൂടുതൽ അതാണ്. പിന്നെ എനിക്കും കോൺഫിഡൻസ് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാനാണ്. അതും എൻ്റെ ഒരു പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും അങ്ങനെ സോ കോൾഡ് ഹീറോ മെറ്റീരിയലുള്ള സാധനങ്ങളൊക്കെ ഒന്നും വഴങ്ങുന്ന ആളല്ല ഞാൻ. എനിക്ക് കുറച്ചും കൂടെ റിയൽ ലൈഫിലെ കുറച്ച് നമുക്ക് പരിചയമുള്ള ചില ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും എടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി കോൺഫിഡൻസ് ഉള്ളൂ. അതൊരു ഫാക്ടറാണ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ വരുമ്പോൾ ഞാൻ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാവുന്നൊരു ഡയറക്ടറൊക്കെ ആണെങ്കിലേ ഞാൻ പൊതുവേ അങ്ങനെയുള്ള കുറച്ച് ലൗഡായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പിടിക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സെക്രട്ടറി ആവാൻ സംഭവിക്കുന്നതും അല്ലെങ്കിൽ ട്രാൻസിലെ ക്യാരക്ടറൊക്കെ കുറച്ചങ്ങനെ ഔട്ട് ദ ടോപ്പ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ആ ഫിലിം മേക്കറോടുള്ള ട്രസ്റ്റ് എപ്പോഴും ഒരു ഫാക്ടറായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി സംശയം തോന്നും, കുറച്ച് അങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ക്യാരക്ടർ ആണെങ്കിൽ പാളോ എന്നുള്ള പേടി ഉള്ളിലുണ്ടാവും. അത് ആ ബിലീവബിൾ സ്പേസിൽ നിന്ന് ചെയ്യുന്നത് നടനെന്ന രീതിയിൽ മാത്രമാണോ ഫിലിം മേക്കർ ആകുമ്പോഴും കുറച്ച് ലാർജർ ദാൻ ലൈഫ് ചെയ്യാനൊരു മടിയുണ്ടോ? ഇല്ല, എനിക്ക് അത് ആഗ്രഹമുണ്ട് അങ്ങനെ പറഞ്ഞാൽ ട്രൈ ചെയ്യണം. ഫിലിം മേക്കർ എന്ന രീതിയിൽ ഉറപ്പായിട്ടും എല്ലാ ജോണേഴ്സിലേക്കും അതിലേക്കൊക്കെ കിടക്കണമെന്ന് ധൈര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ആ ഫീച്ചേഴ്സ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നല്ലൊരു ഡാൻസർ അല്ല ഞാൻ എന്ന് പറയുന്നത് മുതലുള്ള അങ്ങനത്തെയുള്ള പല ക്വാളിറ്റീസും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്വാഗൊക്കെ കാണിക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ടാവും. അതൊന്നും അത്ര അവരാൻ കളിക്കല്ല. ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് ഉള്ള ഒരു മേക്കേഴ്സിൻ്റെ കൂടെ ഞാനത് ചെയ്യാനെന്നല്ല, പക്ഷെ ഞാൻ അതിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് ശ്രദ്ധിക്കാറുണ്ടെന്നേ പറഞ്ഞു. ഒരു ഫിലിം മേക്കറായിട്ട് മഹേഷിലൂടെ ഡെബ്യൂ ചെയ്യാനുള്ള ഒരു തീരുമാനം എന്താണ്? കാരണം അതിന് മുന്നേ ഒരുപാട് സിനിമകളും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ സിനിമ എക്സൈറ്റ് ചെയ്യാനുള്ള കാരണം? ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയുടെ ഒരു അവസ്ഥയിൽ നമ്മൾ തീരുമാനിക്കുന്നത് മാത്രമല്ല,
ചുറ്റില്ല. ഇതിനു മുമ്പ് നമ്മൾ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, സംഭവിക്കാതെ പോയതാണ് പലവിധ കാരണങ്ങൾ കൊണ്ട്. അതാണ് അതിൻ്റെ റിയാലിറ്റി. മഹേഷിൻ്റെ പ്രതികാരം ആ കൂട്ടത്തിൽ ഒരെണ്ണമായിരുന്നു. അപ്പോൾ പക്ഷേ അതിന് മുമ്പുണ്ടായൊരു സിനിമയൊക്കെ നമ്മൾ തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എഴുതി അതിൻ്റെ റൈറ്റിങ്ങൊക്കെ പൂർത്തിയായതിന് ശേഷം അന്ന് എനിക്ക് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ആക്ടേഴ്സിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എഴുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് ഏരിയ വർക്കായില്ല, കുറേ ശ്രമിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പം അന്നൊരു ആദ്യ സിനിമയായിരുന്നിട്ട് പോലും അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു ഡിസിഷൻ പ്രൊഡ്യൂസറോട് അങ്ങനെ ഞാൻ പറഞ്ഞാണ്, ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാം, പിന്നെ ഏതെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഞാൻ കേട്ടേക്കുന്നത് ഈ ശ്യാമിന്റെ നാട്ടിൽ ഇതേപോലെ ചെരുപ്പ് ഇടാത്ത ഒരു ഉണ്ട്, അങ്ങനെ വളരെ തിൻ ലൈനിൽ നിന്നാണ് ഈ കഥ മുഴുവൻ ഡെവലപ്പ്. കഥ വളരെ തിന്നായിട്ടുള്ള ഒരു പ്രമൈസ്, ഇതൊരു സിനിമയാക്കാം, അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഒന്ന് പറയാമോ? അത് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്പം ഞാൻ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും റൈറ്റർ ശ്യാമുമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസങ്ങളും വൈകിട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഇരിക്കൽ പതിവുണ്ട്. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് ഞാനപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ചെയ്യാന്നൊക്കെയുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈം. അപ്പം ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാം, കുറേ നാളായി ഞാൻ എന്തെങ്കിലും ഈ കാലടിയിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലാതെ ഞാനായിട്ടൊരു വർക്ക് ഡയറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാമ്പിൾ ഒരെണ്ണം ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് കൊല്ലത്ത് നടന്നിട്ടുള്ളൊരു ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് അത് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനത് ഇങ്ങനെ സ്പോർട്സൊക്കെ ആയതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യാൻ പാടുള്ള എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ശ്യാമുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ അന്നത്തെ ഷോർട്ട് ഫിലിമുകളൊക്കെ ഭയങ്കര മെലോ ഡ്രാമകളൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു ഫൈറ്റ് കൊണ്ടുപോകുന്നാലോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് അപ്പം ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ബേസ് കഥ എടുക്കുന്നത്. അപ്പോൾ ആ രാത്രിയിലെ ഡിസ്കഷനിൽ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഇപ്പം എനിക്ക് ഈ ക്യാരക്ടറിനെ അറിയാം. തമ്പാൻപുരുഷൻ എന്ന് പറയുന്ന ശ്യാമിൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പം തമ്പാൻപുരുഷനെ എനിക്കറിയാം, പല കഥകളിൽ പറഞ്ഞറിയാം. അപ്പം തമ്പാൻപുരുഷൻ്റെ ഈ പുതിയ കഥ ഞാൻ അന്നാണ് കേൾക്കുന്നതേ ഉള്ളൂ. പുള്ളി അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ആളാണ്, കുറേ ഇൻട്രസ്റ്റിങ് കാര്യങ്ങളുണ്ട് പുള്ളി. അപ്പം ഇങ്ങനെ ഈ ഇൻസിഡൻറ്റ് ശ്യാം പറയുന്നു. ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. 2 ഇടികളുള്ള ഒരു ഷോർട്ട് ഫിലിം. ഒരാളിങ്ങനെ ഒരു ഇൻസൾട്ടഡ് ആകുന്നു, ആദ്യത്തെ ഒരു ഇടി, അതിൽ ഇൻസൾട്ട് ആകുന്നു, പുള്ളി ഇങ്ങനെ കാത്തിരിക്കുന്നു, പിന്നെ ഒരു ഇടി, അങ്ങനെ ഒരു 2 ഇടിയുള്ള ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളതായിരുന്നു ശരിക്കും ഐഡിയ. അപ്പോൾ ആ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അയച്ചാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ മഹേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ രാത്രി തന്നെ എത്തി. ഞങ്ങളത് എനിക്ക് പറഞ്ഞാൽ വെളുപ്പിനെ 3-4 മണിയായി കിടന്നപ്പം 4 മണി വരെ എത്തിയപ്പോഴത്തേക്ക് അതിനിടയിൽ കിട്ടി ചെറിയൊരു ലവ് സ്റ്റോറിയൊക്കെ പ്ലേസ് ചെയ്ത്. പക്ഷേ എനിക്ക് തന്നെ കിടക്കാറായപ്പോഴത്തേക്ക് നമുക്കിത് ഷോർട്ട് ഫിലിം വേണ്ട, നമുക്ക് സിനിമയ്ക്കായിട്ട് തന്നെ ആലോചിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ഇങ്ങനെ ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പലതും. പക്ഷെ അതിങ്ങനെ അത് അത്രയും ചെറുതായിരുന്നു, തിൻ ലൈനായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ കൂടാൻ ഭയങ്കര സഹായിച്ചു. അതിൽ ഡീപ്പായിട്ട് ഇറങ്ങി വർക്ക് ചെയ്യാം. ഭയങ്കര വലിയൊരു പ്ലോട്ട് പോയിൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത്രയും ഡീപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതിലെ ദേശീയഗാന സീനില്ലേ, അത് എങ്ങനെ കൺസീവ് ചെയ്തതാണ്? അല്ല നമുക്ക് ഇപ്പം അതിനകത്ത് വേറെ ഒന്നുമല്ല. നമുക്കിപ്പോൾ അവിടെ അവരുടെ പ്ലേക്ക് ഒരു പോസ് വേണമായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ തോട്ട് പ്രോസസ്സ് ചെയ്യാൻ പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കൊന്ന് പോസിലെടുക്കാം എന്നൊക്കെയുള്ള ആലോചനയാണ്. അങ്ങനെ ശ്യാമിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതൊരു പോസ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ആ സീനിൽ അവരെ ഒന്നൊന്ന് ആ പ്ലോട്ട് പോയിന്റിനൊന്ന് പോസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിന് എന്താണ് വഴി? അപ്പം നമ്മുടെ പഴയ കുട്ടിക്കാല ഓർമ്മകളിൽ നിന്ന് ബാഗിലേക്ക് ബുക്ക് സ്കൂളിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ള നമ്മുടെ അത് ഉണ്ടായിരുന്നു. അത് ഞാനങ്ങനെ 4ാം ക്ലാസ് പഠിക്കുന്നവരെയൊക്കെ നമുക്കൊരു ഗെയിം പോലെയാണ്, ഏറ്റവും ആദ്യം ഗേറ്റ് കിടക്കുന്നവൻ എന്നുള്ളതുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഈ ബുക്ക് കയറില്ല. മഹേഷിനകത്ത് തന്നെ ഒരുപാട് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ കമേഴ്ഷ്യൽ സ്ട്രക്ചർ ഉള്ള ഒരു സിനിമ തന്നെയാണ്. അല്ല, ഉറപ്പായിട്ട് അത് തിയേറ്ററിൽ ഓടണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ആ പടം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഒരുപാട് ഫ്രഷ്നെസ്സും ട്രീറ്റ്മെന്റിനകത്ത് കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് കാണുന്ന കവലയടക്കം സാധാരണ നമ്മൾ സിനിമകൾ കാണിക്കുമ്പോൾ ചായക്കടയൊക്കെയാണ് കാണുന്നത്. ഇതിനകത്ത് അങ്ങനെ ചായക്കട സെറ്റപ്പ് പോലും നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ക്ലീഷേഴ്സും സ്റ്റീരിയോടൈപ്സും ബ്രേക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോയി അതിനകത്തൊരു ഫ്രഷ്നെസ് കൊണ്ടുവരണം എന്നുള്ളത് ഒരു ബോധമായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ക്ലീഷേഴ്സ് ഒഴിവാക്കുക. ഇപ്പം ഞാൻ പറയുന്നത് നാട്ടിൻപുറം കഥകളായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ബാർബർ ഷോപ്പ്, ചായക്കട പോലുള്ള റെഗുലർ ഫോർമാറ്റിൽ നമ്മൾ കാണുന്ന സാധനങ്ങളെ ഒഴിവാക്കാം. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയും അങ്ങനത്തെ ഇടങ്ങളെയും നമുക്ക് ഒഴിവാക്കാം എന്നുള്ള ആദ്യത്തെ തന്നെ അത് നമ്മുടെ ബോധപൂർവമുള്ള തീരുമാനമുണ്ട്.
പിന്നെ പിന്നെ നമ്മൾ ഈ റെഫറൻസുകൾ സിനിമയിൽ നിന്ന് എടുക്കാതെ റിയൽ ലൈഫിൽ നിന്ന് എടുക്കാന്നുള്ള ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട് മൊത്തത്തിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അങ്ങനത്തെ ആ സെറ്റിങ്ങിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. നമ്മളിപ്പം ശരിക്കും നമ്മൾ വയനാട്ടിൽ പോയി ഇടുക്കിയിൽ പോയിട്ട് 3-4 മാസം, 3-4 ഏകദേശം 7-8 മാസത്തോളം ഞങ്ങളവിടെ ഈ ടൗണിൽ തന്നെ ഒരു വീടെടുത്ത് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് പോയി താമസിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ ഇറങ്ങി കവല വഴിയൊക്കെ ഇങ്ങനെ പോയി എല്ലാ ചെറിയ ടൗണുകളിലും അവിടെ കാണുന്ന റെഗുലർ കാഴ്ചകൾ, ആളുകൾ ഇടപഴകുന്ന രീതികൾ, അതൊക്കെ അങ്ങനെ അതിൽ നിന്ന് തന്നെയാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ സിനിമാറ്റിക് ആയിട്ടുള്ള ആ ഫീലുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അതിന് മോഹൻലാൽ, ലാലേട്ടൻ, മമ്മൂക്ക റെഫറൻസസ് ഇല്ലേ, അതെങ്ങനെ വന്നതാണ്? അത് ശ്യാം പുഷ്കറിന് ഒരു ദിവസം ഈ നോർത്ത് സൈഡിൽ ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോയിരുന്നു. പുള്ളി മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ബാർബറും അവിടെ അപ്പുറത്ത് ഇരിക്കുന്നവർ രണ്ടൊരു മോഹൻലാൽ ഫാനും ഒരു മമ്മൂട്ടി ഫാനും തമ്മിലുണ്ടായ ഒറിജിനൽ കോൺവെർസേഷൻ അതേപോലെ എടുത്തു വെച്ചാണ്. ഒന്നും ആഡ് ചെയ്യപ്പെട്ടതല്ല. അതങ്ങനെ ഒരു ഒറിജിനൽ കോൺവെർസേഷനാണ്. പുള്ളി അങ്ങനെ ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് അങ്ങനെ കേട്ടതാണ്. അപ്പോൾ അതിനെ അങ്ങനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ മലയാള സിനിമ എടുത്താൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിംസിന്റെ ലിസ്റ്റിൽ മഹേഷിന്റെ പ്രതികാരം, തൊണ്ടിമുതലും, ജോജിയൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു കോമൺ ഒരു USP ആയിട്ട് എന്താ ദിലീഷ് സ്വയം വിലയിരുത്തുന്നത്? എന്താണ് സ്വന്തം ഫിലിമുകളുടെ? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ എനിക്ക് വിലയിരുത്താൻ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്ത കാര്യത്തിൽ മാത്രം ഞാനൊരു കൃത്യത പാലിച്ച് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു നിലപാട് എനിക്കുണ്ട്. എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഞാനിപ്പം ജോജി കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമല്ല, ഞാനിങ്ങനെ കഥകൾ ഞാനും ശ്യാമോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയും പുതിയ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു തൃപ്തികരമായിട്ടുള്ള ഒരു ഗ്രോത്ത് അതിന് കിട്ടാവരും, അല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ ആ പ്രോസസ്സ് തീരുന്നവരെ ഇതിനിടയ്ക്ക് ഏത് ഘട്ടത്തിൽ മടുപ്പ് അനുഭവപ്പെട്ടാലും നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിയാണുള്ളത്. അങ്ങനെ വേണ്ടാന്ന് വെക്കലുകൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ അതായത് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഈ ഗ്യാപ്പുകൾ വരുന്നത് ഉറപ്പായിട്ടും ഇപ്പം എനിക്കതിന് ശേഷം എനിക്ക് തൃപ്തിയുള്ളൊരു കഥയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അല്ലാണ്ട് ഞാനതിന് ശ്രമിക്കാഞ്ഞിട്ടല്ല. പലപ്പോഴും ആൾക്കാർ പറയും ഞാൻ കൂടുതൽ അഭിനയത്തിൻ്റെ തിരക്കിലൊക്കെ പെട്ടിട്ട് അതൊക്കെ ഉണ്ടാകുന്നുണ്ടാകും. പക്ഷേ ആ പ്രോസസ്സിലെല്ലാം ഒരു നല്ല പ്ലോട്ട് വന്നാൽ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മളൊരു സമയവും മാറ്റി വെക്കാറില്ല. പെട്ടെന്ന് തന്നെ അതിലിരിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു സാധനത്തിലേക്ക് എത്താത്തതുകൊണ്ടാണ്. ഒരു പരിധിവരെ ജോജി കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ടുണ്ടായിട്ടുള്ള സിനിമയാണ്. ബാക്കി 2 സിനിമകളും ആണ് കുറച്ചും കൂടെ ഓർഗാനിക്കായിട്ട് ഉണ്ടായിട്ടുള്ള സിനിമകൾ. ജോജി ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു സിനിമ ചെയ്യാമെന്നുള്ള തീരുമാനം ആദ്യം ഉണ്ടായിട്ടുള്ളതാണ് ജോജി എന്ന് പറയുന്ന സിനിമ. അതെ. മറ്റു രണ്ടും ഇങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിൽ ഒരു നല്ല ഐഡിയ കേൾക്കുന്നു, അതിലൊരു ഭയങ്കര ഇത് തോന്നുന്നു, അത് എഴുതുന്നു, വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു പ്രോസസ്സിൽ അങ്ങനെ പോകുന്നു. അതാണ്. ഇപ്പം മഹേഷിന്റെ പ്രതികാരമാണെങ്കിലും തൊണ്ടിമുതലാണെങ്കിലും അവാർഡ് വിന്നിങ് ഫിലിം, നാഷണൽ അവാർഡ് കിട്ടിയ 2 ഫിലിംസാണ്. പണ്ടൊക്കെ നമ്മൾ അവാർഡ് സിനിമ എന്ന് വെച്ചാൽ ആളുകൾ കാണാത്ത സിനിമ എന്നുള്ളൊരു പ്രിമൈസസിലാണ്. ഇന്ന് പക്ഷേ അത് സൂപ്പർ ഹിറ്റ് ആവുകയും അതോടൊപ്പം അവാർഡ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പ്രേക്ഷകരുടെ അഭിരുചിയിൽ വന്ന മാറ്റമാണോ അതോ അവാർഡ് നിർണയത്തിൽ വന്ന മാറ്റമാണോ? എന്താ എനിക്കതിനകത്ത് അറിയില്ല. കാരണം അവാർഡ് എന്നുള്ളത് എൻ്റെ ഒരു മോട്ടീവിലോ ഒരു സിനിമയുടെ റൂട്ടിലോ ഇല്ല. ഞാൻ മഹേഷിൻ്റെ പ്രതികാരം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇത് അന്നത്തെ എൻ്റെ ടാർഗറ്റ് അനുസരിച്ചൊരു 3-4 ആഴ്ച തിയേറ്ററിൽ സ്റ്റാൻഡ് ചെയ്യുന്ന അടുത്തൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ കിട്ടണം. അതിനൊരു 4 ആഴ്ച ഇൻഡസ്ട്രിയിൽ സ്റ്റാൻഡ് ചെയ്യുന്ന സിനിമ ചെയ്താൽ മാത്രമേ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ടർ വന്ന് അവൻ്റെ ആദ്യത്തെ പടം കൊമേഴ്ഷ്യലി വീണ് കഴിഞ്ഞാൽ അടുത്തൊരു സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ ഒരു 25 ദിവസം തിയേറ്ററിൽ ഓടണം എന്നുള്ള ഒരു നിലപാട് അതായിരുന്നു എൻ്റെ പ്രൈം ലക്ഷ്യം. അതിൽ നിന്നുകൊണ്ട് ഏറ്റവും വൃത്തിയുള്ള സിനിമ എങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അതൊരു അവാർഡ് കിട്ടുന്ന സിനിമയാണെന്ന് അത് കിട്ടിക്കഴിയുമ്പോഴാണ് എനിക്കും തോന്നുന്നത് ഇതിന് അവാർഡ് കിട്ടാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്ക് തോന്നിയത്. അതിന് അവാർഡ് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ ഒക്കെ വരുമ്പോഴാണ് ഓക്കെ അതിന് പരിഗണിക്കുക. അത് എല്ലാ തരത്തിലുള്ള മാറ്റത്തിനും കാരണമാണ്. പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങളുണ്ടാവാം. അവർ കുറച്ചും കൂടെ നല്ല സിനിമകൾക്ക് വേണ്ടി കണ്ട് ശീലിക്കുകയും അതൊരു കാരണമായിരിക്കാം. അവാർഡ് കമ്മിറ്റികളിൽ ഉള്ള അവരുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാം. ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മഹേഷിൻ്റെ അത്രയും വിജയം ഉണ്ടാവുമെന്ന് എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ സത്യത്തിൽ മഹേഷിനേക്കാളും കൊമേഴ്ഷ്യലി കളക്ട് ചെയ്ത പടം തൊണ്ടിമുതലാണ്. കാരണം തൊണ്ടിമുതൽ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ
കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം എനിക്ക് പക്ഷേ ഇത് എന്നാ പറയുക, ഈ മഹേഷിൻ്റെ അത്രയും കൊമേഴ്ഷ്യൽ പ്ലോട്ട് പോയിന്റുകളൊന്നും ഉള്ള സിനിമ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനേക്കാളും കൊമേഴ്ഷ്യലി ഓടുമെന്ന് പോലും ചെറിയ സംശയം, അല്ലെങ്കിൽ എന്താ പറയുക, എന്നാലും സേഫ് ആയിരിക്കും എന്നുള്ളതല്ലാതെ ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നേരപ്പോഴത്തേക്ക് ഓർത്തു ഒരു എന്നാ പറയുക, ഇതാണൊരു റിസ്ക് എടുക്കാൻ പറ്റിയ ടൈം എന്നും വിചാരിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ട് 22 ഫീമെയിൽ കോട്ടയം ചെയ്യുന്ന സമയത്ത് ആഷിഖബു എന്നോട് ഞാനിങ്ങനെ കഥ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഇൻട്രസ്റ്റിംഗ് ആണ്, അങ്ങനെ ആദ്യം കഥ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറയാം, പരിപാടി നല്ല പരിപാടിയാണ്, നല്ല സിനിമയാണ്, പക്ഷേ കൊമേഴ്ഷ്യലി എത്രമാത്രം ഓടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പം ഇന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോൾ ആഷിഖേട്ട അന്ന് പറഞ്ഞൊരു ഇത് ഇപ്പോഴാണ് നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ടൈം, ഒരു വലിയ വിജയം നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മാറിയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ആ ഒരു തോട്ട് എനിക്ക് 24 ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അത് ആ കൊമേഴ്ഷ്യലായിട്ട് മഹേഷിനുണ്ടായ വിജയം എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് തന്നു. ഇനിയിപ്പോൾ ഈ പടം ചെറുതായിട്ടൊന്ന് പാടിയാലും കൊമേഴ്ഷ്യലി എത്ര വർക്കായില്ലെങ്കിലും ഞാൻ പറയാം 3ാമത്തെ പടം എനിക്ക് ഇൻഡസ്ട്രി തരും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ 90 ഇനീഷ്യൽ കാസ്റ്റിംഗിൽ സൗബിനായിരുന്നു കള്ളന്റെ റോളിൽ കേട്ടിട്ടുണ്ട്, ഫഹദ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്? അത് ആദ്യം ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും സൗബിനും ഫഹദുമായിരുന്നു ആദ്യത്തെ ഒരു കാസ്റ്റിംഗ് സ്കെയിലുണ്ടായിരുന്നത്. സുരാജിൻ്റെ റോളിൽ ഫഹദും സൗബിൻ കള്ളൻ്റെ റോളിലുമായിട്ടായിരുന്നു ആദ്യം. അങ്ങനെ ഒരു ആലോചനയാണ് നടന്നിരുന്നത്. പക്ഷേ അന്നേരം പറവയുടെ ഷൂട്ട് ഏകദേശം ഇതുമായിട്ട് അടുത്തടുത്ത് വരികയും അപ്പം സൗബിന് അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റേഷൻ, കുറച്ച് സെലക്റ്റഡ് ഡേറ്റിലൊക്കെ വരാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളത് ആ ക്യാരക്ടർ അങ്ങനെ ഫുള്ള് വേണമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ അതിലൊരു മാറ്റം പിന്നെ ആലോചിച്ചതാണ്. അവൈലബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് ആദ്യം ഒരു മാറ്റം ആലോചിച്ചത്. അന്നേരപ്പോഴത്തേക്കും പിന്നെ ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹേഷുമായിട്ട് ചെറിയ സാമ്യത മറ്റേ ക്യാരക്ടർ ഫഹദ് ചെയ്താൽ വരുമോ എന്ന് തോന്നിയിരുന്നു. കുറച്ചും കൂടെ കള്ളനിലേക്ക് ഫഹദിനെ അങ്ങനെ മാറ്റി ആലോചിച്ച്. അപ്പം എന്നിട്ട് ഞാൻ വിനായകനെയാണ് ശരിക്കും സുരാജിൻ്റെ റോളിന് ആദ്യം വിളിച്ചിരുന്നത്. വിനായകനും ഡേറ്റ് അവൈലബിൾ അല്ലാഞ്ഞുകൊണ്ടാണ് പിന്നീട് സുരാജിലേക്ക് വരുന്നത്. ഈ 3 സിനിമ എടുത്ത് നോക്കിയാലും ഡീറ്റെയിലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഓഡിയൻസ് ഈ സിനിമകൾ ഓർത്തിരിക്കാനുള്ളൊരു കാരണം ഈ മൈന്യൂട്ട് കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ച് അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാനത് ഡീറ്റെയിലുകൾ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സിനിമയുടെ ഒരു ഫോക്കസ് പോയിൻ്റ് ഉണ്ട്. അതതിൻ്റെ നറേറ്റീവിലുണ്ടാവും, അതതിൻ്റെ വിഷ്വലിലുണ്ടാവും, എല്ലാത്തിലും ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നി അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ആ പോയിന്റിൽ നിന്ന്. അപ്പോൾ ആ പോയിന്റ് അതുണ്ടാക്കാതിരിക്കാനാണ് ശരി. അത് ആളുകൾ ഇത് ശ്രദ്ധിക്കുമെന്ന് ഒരിക്കലും നമ്മൾ കരുതുന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയൊന്നും അന്നത് ഒരു ചർച്ച വരുമെന്ന് പോലും നമ്മൾ കരുതുന്നില്ല. അപ്പം ചില കാര്യങ്ങളൊക്കെ അതുപോലെ ആക്ടറെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ശരിക്കും നമ്മൾ ട്രൈ ചെയ്തതാണ്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പം മഹേഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുവേ ഇപ്പം യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ സ്നേഹമുണ്ട് അവർക്ക്, പക്ഷേ അങ്ങനെയല്ല. പക്ഷെ അവർക്ക് അങ്ങനെയുള്ളവരൊക്കെ ഈ കൺവെൻഷനലായിട്ട് ഇൻഡസ്ട്രി നടക്കുന്നൊരു പ്രോസസ്സിലായിരുന്നില്ല മഹേഷ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി നമ്മളെടുത്തിയ കുറച്ച് പരിപാടി. അപ്പോൾ അതിനോട് അവർക്ക് ഭയങ്കര മണ്ടത്തരാണ് ഇവർ കാണിക്കുന്നതെന്ന് അവർക്ക് അങ്ങനത്തെ ഒരു സമീപനം നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ ഗ്രാജുവലി അത് മാറി കേട്ടോ. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കൺവെൻഷനലായിട്ടുണ്ടായിരുന്ന ഒരു എക്സിക്യൂഷൻ മെത്തേഡിൽ കുറച്ചധികം മാറ്റങ്ങൾ. അത് വേറൊന്നുമല്ല, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ഇങ്ങനെ പ്രത്യേകിച്ച് പെർഫോമൻസിനൊരു സമയം കണ്ടെത്താനൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രമിച്ചത്. ഇപ്പം അങ്ങനെ ഒരു ആക്ടർക്ക് ആക്ടറെ മാക്സിമം അതൊരു ഒറിജിനൽ സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക. അപ്പോൾ അയാൾക്ക് അഭിനയിക്കേണ്ടി വരുന്നതിൻ്റെ അളവ് കുറയും. ഇതിപ്പം മഹേഷിൻ്റെ മുറിയായിട്ട് അതൊരു, അല്ലാണ്ട് അവിടെ ക്യാമറയിൽ മൊത്തത്തിൽ അയാളുടെ കാഴ്ച വരുന്നതെല്ലാം ഇങ്ങനെ ഒരു ടെക്നിക്കലായിട്ട് അതിനെ വരാതിരിക്കാൻ ഏറ്റവും ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം മഹേഷ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്താ പറയുക, മഹേഷിൻ്റെ മുറിയിലൊരു ജിമ്മി ജോർജിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പം ആ ഫോട്ടോ ആ ഫോട്ടോ മഹേഷിൻ്റെ കട്ടിലിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഒട്ടിക്കേണ്ടത്. അപ്പം ആ ഫോട്ടോ അവിടെ ഫ്രെയിമിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഫാക്ടറായിട്ട് ഞാൻ
കണ്ടിരുന്നു. കാരണം ഞാൻ ഇത് കൃത്യം ഇത് പറയാൻ ഇപ്പോൾ അന്ന് ആ ഫോട്ടോ വരാത്തതിൻ്റെ പേര് ഇച്ചിരി നേരം ഷൂട്ട് ഡിലേ ആയി. ഫോട്ടോ വരുന്ന എന്തോ അവൈലബിൾ അന്നത് ഒട്ടിച്ചിട്ടില്ല. കാരണം പക്ഷേ ഷൈജു പറഞ്ഞാൽ നമുക്ക് ഈ ആക്സസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. സത്യത്തിൽ അത് ഷൂട്ട് ചെയ്യാൻ ടെക്നിക്കലി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഫ്രെയിമിൽ വരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ നമുക്ക് ആ റൂം മൊത്തം ഒന്ന് ഒരുങ്ങട്ടെ, ആ മൊത്തം റൂമൊന്ന് ഒരുങ്ങിയിട്ട് ഫഹദ് അവിടെ കയറി ആ സ്പേസിൽ അവൻ്റെ ഒരു സ്പേസായിട്ട് ഉപയോഗിക്കുമ്പം അവൻ രാവിലെ എഴുന്നേൽക്കുന്ന ഷോട്ടാണ്. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം കാണേണ്ട അതാണ്. അത് ആ ഭിത്തിയിൽ ഇല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ അഭിനയിക്കേണ്ടി വരുന്നത്, അയാൾക്ക് ആ ക്യാരക്ടറിനെ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ എന്തിനാണ് ആ ഡീറ്റെയിൽ എന്ന് ചോദിച്ചാൽ ആ ഡീറ്റെയിൽ അവിടെ ഒരു ആക്ടറെ സപ്പോർട്ട് ചെയ്യാനാണ്. അയാൾക്ക് പെർഫോം ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ളൊരു സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ പറ്റുന്നത് പോലെ, സാധ്യമാകുന്നത് പോലെ അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ആക്ടറെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ നറേറ്റീവിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിലുകൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതും ഓഡിയൻസിനിടയിൽ വലിയ ചർച്ചയാവുന്നുണ്ട്, അല്ലെങ്കിൽ അതും അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓഡിയൻസിലും മാറ്റം വന്നിട്ടുണ്ട്. അല്ല, അത് സന്തോഷകരമായ കാര്യമാണ്. അപ്പം മഹേഷ് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ചർച്ചയാകുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര ആ സിനിമയുടെ വിജയത്തിന്, അല്ലെങ്കിൽ ആ സിനിമ അത്ര അറ്റൻഷൻ കിട്ടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. അതറിയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ. ദിലീഷിന്റെ സ്റ്റാൻഡ്, അതായത് ഈ സോഷ്യൽ ഇഷ്യൂസ്, ഇപ്പം തൊണ്ടിമുതലാണെങ്കിൽ പുള്ളിക്ക് ഒരു കാർഡില്ല, അല്ലെങ്കിൽ ഒരു അനോണിമിറ്റി, അതായത് ഈ സമൂഹത്തിൽ ഒരു ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മഹേഷിൻ്റെ ആണെങ്കിലും ആ ഒരു ഫാൾസ് സെൻസ് ഓഫ് പാട്രിയോട്ടിസം, ഈ ആൾക്കാർ റോഡിൽ പോലും നാഷണൽ ആന്തം നിൽക്കുന്നു എന്നുണ്ട്, അതൊരു അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തതാണ്. ഇല്ല, മെസ്സേജ് കൊടുക്കാമെന്ന് നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റീനെ നേരെ അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക, അതിലുള്ള എല്ലാ സാധനങ്ങളും. അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ട ആൾ ഞാനല്ല. ഞാൻ ആ പോയിന്റിൽ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലായിട്ടുള്ള ഫിലിം മേക്കറായിട്ടാണ് നിൽക്കാറ്. ഞാനതിനെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ സമീപിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനതിനെ കൊമേഴ്ഷ്യലായിട്ട് എന്ന് വെച്ച് ഭയങ്കര എനിക്ക് ഓക്കെ അല്ലാത്തൊരു പൊളിറ്റിക്സ് പറയാൻ ഞാൻ ശ്രമിക്കാറുമില്ല ഒരു വിജയത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാനതിൻ്റെ ഒരു എന്താ പറയുക, അതിലൊരു ഡിസിഷൻ ഫാക്ടർ ഞാനല്ല. ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എൻ്റെ സൊസൈറ്റീനെ ഞാനങ്ങനെ സിനിമയിലൂടെ അങ്ങനെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എടുക്കുന്നൊരു സ്റ്റാൻഡ്. കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല. അതിൽ ഇങ്ങനെ തന്നെ ആവണം അങ്ങനെയൊന്നുമില്ല. സിനിമ ഒരു മെസ്സേജ് അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാനതിനെ അങ്ങനെ ഒരു വലിയൊരു സന്ദേശം നൽകണം എന്ന് വിശ്വസിക്കുന്നില്ല. നമുക്കത് ഫീൽ ചെയ്യേണ്ടതാണ്. നമ്മളൊരു സന്ദേശം കൊടുക്കാനാണെങ്കിൽ നമുക്ക് പ്രസംഗിച്ചാൽ മതി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സട്ടിലായിട്ട് അതിനകത്ത് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതിന് നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്, ഇതാണ് സിറ്റുവേഷൻ, ഇതിനെയാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് എന്താണ് സന്ദേശം ഉൾക്കൊള്ളേണ്ടതെന്നുള്ളത് കാണുന്നയാളുടെ തീരുമാനമാണ്. നമുക്ക് അവിടെ ഒരു സന്ദേശം വെച്ചു കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മുടെ സോഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇല്ല, അങ്ങനെ ഒരു രണ്ട് സൈഡിലും എന്താണ് പേഴ്സണലി എന്താ വിശ്വസിക്കുന്നത് സിനിമ? ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം ഗ്രാജുവലായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റം പോലെ ഗ്രാജുവലായിട്ട് മാറുന്നുണ്ടാകും. അല്ലാണ്ട് ഒരു സിനിമ കണ്ടുകൊണ്ട് ഒരാൾ മോശമാകുകയോ ഒരാൾ നല്ലതാകുകയോ ഒറ്റ സിനിമ കൊണ്ട് സംഭവിക്കുമെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പേഴ്സണലി അതൊരു പലരും പലതാണ് വരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അത് കണ്ട് നന്നാവേണ്ടതാണ്. അതിവിടെ സംഭവിക്കുന്നൊന്നുമില്ല. അങ്ങനെ അത് നമ്മളിങ്ങനെ ലൈറ്റായിട്ട് സ്വാധീനിക്കാതൊന്നും ഇരിക്കില്ല, സ്വാധീനിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൃത്യമായിട്ട് ഗ്രാജുവലായിട്ട് ഭയങ്കര ഒരു സിനിമ കൊണ്ടല്ല സംഭവിക്കുക. ഒരു 10-50 സിനിമ നമ്മൾ കാണുമ്പോൾ ഒരേ പാറ്റേണിലുള്ളത് കാണുമ്പോൾ നമ്മളത് സ്വാധീനിക്കുമായിരിക്കും. അങ്ങനെ ഗ്രാജുവലായിട്ട് ഒരു കൾച്ചറലായിട്ടുള്ളൊരു മാറ്റം പതുക്കെ സംഭവിക്കുമായിരിക്കും. അല്ലാണ്ട് ഫിലിം മേക്കർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ആ രീതിയിൽ നോക്കുമ്പോൾ സമൂഹം? ഫിലിം മേക്കർക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്, എല്ലാവർക്കും. അല്ലാണ്ട് ഫിലിം മേക്കർക്ക് പ്രത്യേക ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫിലിം മേക്കർക്ക് ഈ സൊസൈറ്റി ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഉള്ള പോലെ അവരവരുടെ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൊസൈറ്റിയെ എങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുവരാൻ, കുറച്ചും കൂടെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ സഹായിക്കാം. ആ ഉത്തരവാദിത്വം എല്ലാവരെയും പോലെ തന്നെ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ എനിക്കുമുണ്ട്. അതിൽ കവിഞ്ഞൊരു ഭയങ്കര ഇതിങ്ങനെ ഒരു സൊസൈറ്റീനെ നന്നാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കുറച്ചും കൂടി ഇത് പ്രൊഫഷണലായിട്ട് ഒരു തൊഴിലായിട്ട് തന്നെ കാണാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ സൊസൈറ്റീനെ മനസ്സിലാക്കി എങ്ങനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്ന് ശ്രമിക്കാറുണ്ട്.
ശ്യാമായിട്ടുള്ള ഒരു കൊളാബറേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ എവിടെയാണ് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഡയറക്ടർ വരുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മുടെ തുറവൂര് നടക്കുന്ന ഒരു കഥ നിങ്ങൾ ഇടുക്കിയിലേക്ക് പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ തൊണ്ടിമുതൽ ഇപ്പോൾ തവണക്കടവും കാസർഗോഡും, അതായത് ഒരു വെള്ളമുള്ള പ്രദേശം ഇല്ലാത്ത പ്രദേശം, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുന്നത് ദിലീഷ് പോത്തൻ എന്ന ഫിൽം മേക്കർ വന്ന ശേഷമാണോ അതോ ഓൺ പേപ്പർ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നത്? അല്ല, നമ്മൾ പേപ്പർ ഇപ്പം ശ്യാം പുഷ്കരനുമായിട്ടുള്ള കൊളാബറേഷൻ നമ്മൾ ഡിസ്കഷൻസിലൂടെയാണ് അതിങ്ങനെ വളരുന്നത്. ഇതിപ്പം പലപ്പോഴും നമ്മൾ ആ ബൗണ്ടറീസ് ഒരു ബൗണ്ടറീസ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. ഞാൻ റൈറ്ററായിട്ടുള്ള ശ്യാം പുഷ്കരൻ പലപ്പോഴും ഡയറക്ടറുടെ ഏരിയയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ 3 സിനിമയുടെ പ്രോസസ്സിലും. ഡയറക്ടറായിട്ടുള്ള ഞാൻ റൈറ്ററുടെ സ്പേസിലോട്ട് ചിലപ്പോൾ കടന്നു ചെന്നിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഒരു ബോർഡറൊന്നും കീപ്പ് ചെയ്യാറില്ല. ഞങ്ങളങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബൗൺസിങ്ങിലാണ് നമ്മുടെ ചർച്ചകൾ. അത് ഞാനും റൈറ്റർ മാത്രമല്ല, നമ്മളൊരു ടീം ഉണ്ടാവും. അതിനകത്ത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാവും, സിനിമാറ്റോഗ്രാഫർ ഉണ്ടാവാം, പലരും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചെറിയ ചെറിയ തോട്ടുകൾ പറയുക, അതിങ്ങനെ ഷെയർ ചെയ്യുകയും അതിന് ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആരൊക്കെയാണ് പറഞ്ഞേക്കണേന്ന് പോലും, ആരുടെ കോൺട്രിബ്യൂഷൻസ് ആണെന്ന് പോലും പലതും നമുക്കറിയില്ല. ചിലത് ADs കോൺട്രിബ്യൂട്ട് ചെയ്ത് അടക്കമുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് എൻ്റെതായ ഒരു സിനിമയല്ല അതൊരു ടീം വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണത്. ദിലീഷ് ഒരു ഈ കൊളാബറേഷൻ്റെ ഇതിൻ്റെ തുടർച്ചോതിയാണ്, കൊളാബറേഷൻ്റെ ആളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ശ്യാം പുഷ്കരനായിട്ട് അല്ലെങ്കിൽ ഫഹദായിട്ട് എല്ലാ സിനിമകളിലും ഒരു കംഫർട്ട് സോൺ ആണോ ഇതിൻ്റെ? അല്ല, കംഫർട്ട് സോൺ അല്ല. നമുക്കിപ്പം നമ്മൾ കുറേ നാളുകളായിട്ട് പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്നുള്ളത് ഒരു ഫാക്ടറാണ്. നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ പരിചയമുള്ളത് പലപ്പോഴും സഹായിക്കും, ഇല്ലയെന്ന് ഞാൻ കരുതുന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് വളരെ ആഴത്തിലറിയാവുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ ആക്ടറായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നതെങ്കിൽ അയാളെ ഗൈഡ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ പറയുന്നതിനെ അയാൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അയാളുടെ പല മൊമെൻറ്റ്സും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവാം. അതിനെ പിക്ക് ചെയ്തെടുക്കാൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരുപാട് ഇത് കുറവുണ്ടാവും. അതിപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആയാലും റൈറ്റർ ആയാലും ഒക്കെ നമ്മുടെ സൗഹൃദം എന്നെ സഹായിക്കും. നമുക്ക് പരിചയമില്ലാത്ത ഒരാളുമായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉറപ്പായിട്ടും പരിചയമുള്ളത്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു കൊളാബറേഷൻ്റെ സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊരു പ്രോജക്റ്റ് വരുമ്പോൾ അതിന് ഏറ്റവും ചേരുന്ന ആളാരാണ് അവരെ ട്രൈ ചെയ്യും. പലപ്പോഴും അവർ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് അടുത്ത ആളിലേക്ക് നമ്മൾ പോവുക. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. പ്രൊഫഷണൽ കോൾ തന്നെയാണ്. അതെ, ഉറപ്പായിട്ടും. എങ്കിലും അത് നിലനിൽക്കുമെന്ന് കരുതുന്നത്. നമ്മളല്ലാണ്ട് അതൊരു ഒരു സിനിമയെ പൂർണ്ണമായിട്ടും പ്രൊഫഷണലായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു തൊഴിലായിട്ട് അതിനെ കാണുന്നത് ഞാൻ. ഈ നേരത്തെ പറഞ്ഞ കാലടിയിലെ ഈ നാടകം ബാക്ക്ഗ്രൗണ്ട് ഇത് സിനിമയിലെ അഭിനേതാക്കളെ ട്രെയിൻ ചെയ്ത് പെർഫോം ചെയ്യിക്കുന്നവർ ഇപ്പോൾ തൊണ്ടി മുതൽ അഭിനയിച്ച ഒട്ടുമിക്ക പോലീസുകാരും യഥാർത്ഥത്തിൽ പോലീസുകാരാണ്. അപ്പം അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്താൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഞാനിപ്പം എന്നെ തന്നെ ചിന്തിപ്പിച്ചു. കാരണം ഞാൻ കുറച്ച് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ കാലടി പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ നാടകത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്നെ അത്ഭുതപ്പെടുത്തി. നമ്മളിപ്പം ഒരു 3 അല്ലെങ്കിൽ ഒരു 3 ആഴ്ചത്തെ ക്യാമ്പാണ് ഒരു നാടകത്തിൻ്റെ ക്യാമ്പ്. അപ്പോൾ ഒരു ആക്ടർ വന്നിട്ട് ആദ്യത്തെ ദിവസം റിഹേഴ്സൽ തുടങ്ങുമ്പോൾ അയാളുടെ ഒരു പെർഫോമൻസും ഒരു 3 ആഴ്ചത്തെ അല്ലെങ്കിൽ ഒരു 3 മാസം ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പം അയാളിലുണ്ടാകുന്നൊരു മാറ്റമുണ്ട് റിസൾട്ടിൽ. അയാളുടെ പെർഫോമൻസിൽ ഭയങ്കര ഒരു വ്യത്യാസം നടക്കാറുണ്ട്. അപ്പം ഇത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. അപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ എല്ലാ സിനിമകളെയും ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല. അതിൽ പല സിനിമകളുടെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു ബേസിക് അവസ്ഥ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി പലതിനും സമയമുണ്ട്, പക്ഷേ ആക്ടറെ വർക്ക് ചെയ്യാൻ പലപ്പോഴും സമയമെടുത്ത് കാണാറില്ല ഇൻഡസ്ട്രിയിൽ. നമ്മളിപ്പം ലൈറ്റപ്പ് ചെയ്യാൻ, ഇപ്പോൾ ലൈറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഷൂട്ടിനിടയിൽ കുറേ സമയം എടുക്കും. ഒരു ഷോട്ട് റെഡി ആയി കഴിഞ്ഞാൽ ലൈറ്റപ്പ് ചെയ്യാൻ, ആർട്ട് ചെയ്യാൻ എല്ലാത്തിനും സമയമുണ്ട്. പക്ഷേ പെർഫോം ചെയ്യാൻ നേരത്ത് ആക്ടർ വരുന്നു, പെട്ടെന്ന് തന്നെ പെർഫോം ചെയ്യുന്നു, പോകുന്നു. അല്ലാണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് കണ്ടെത്താനോ അതിലെന്തെങ്കിലും ചെയ്യാനോ ഒന്നും പൊതുവെ ഇൻഡസ്ട്രിയിൽ ആരും ശ്രമിക്കാറില്ലാത്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നിട്ടാണ് കേട്ടോ പറയുന്നത്. പൂർണ്ണമായിട്ടും എല്ലാവരെയും അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ട്രൈ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അത് എന്നെ ഭയങ്കര. പക്ഷേ ഏറ്റവും കൂടുതൽ കുറച്ച് സമയം ആക്ടേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ആ പെർഫോമൻസ് ബെറ്റർ ആകാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ കുറച്ചധികം റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഞാൻ ആ കാലഘട്ടത്തിൽ ഞാനത് മനസ്സിലാക്കി, ഞാനത് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. തിരിച്ച് ഞാൻ പിന്നെ ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ അങ്ങനെ ഒരു ആക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പല കുട്ടികളുടെ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പം അവരെ ട്രെയിൻ ചെയ്യിക്കുക, അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ ഞാൻ ആ സമയത്ത് ഭാഗമായിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ പെർഫോം ചെയ്യും. അപ്പോൾ മേജർ ആക്ടേഴ്സിനെ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ കിട്ടില്ലെങ്കിലും പുതിയതായിട്ട് വരുന്നവരെ കുട്ടികളെയൊക്കെ ഞാൻ അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് പലതും ട്രൈ ചെയ്യുക. അതിപ്പോൾ നമുക്കൊരു
ഓരോരുത്തരിൽ നിന്ന് ഓരോ സാധ്യതകളാണ്. ഒരു ആക്ടറെ കണ്ടെത്തിയിട്ട് അയാളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നല്ല പെർഫോമൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു ട്രൈങ് ചെയ്യാൻ ആ സമയം വരെ എനിക്കതിനകത്ത് ഒരു ഹരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിൽ പിടിച്ചിരുന്നു ആ സമയം വരെ. ഉറപ്പായിട്ടും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ദിലീഷിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ അതിലെ ലാൻഡ്സ്കേപ്പും ഒരു കഥാപാത്രം തന്നെയാണ്. ഇപ്പൊ മഹേഷൻ പ്രതികാരത്തിൽ ഇടുക്കിയാണെങ്കിലും തൊണ്ടിമുതലിൽ കാസർഗോഡാണെങ്കിലും ജോജിയിലാണെങ്കിലും ആ ലാൻഡ്സ്കേപ്പ് നമ്മുടെ മനസ്സിലുണ്ട് കഥാപാത്രങ്ങളെ പോലെ തന്നെ. ദിലീഷ് വരുന്ന ഒരു ആഷിഖ് കപൂർ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ബേസിക്കലി ഒരു സിറ്റി ബേസ്ഡ് സിനിമകളാണ് നമ്മൾ കാണാറ്. ഈ സിറ്റിയിൽ നിന്ന് ഈ ഹൈ റേഞ്ചിലേക്ക് പോകാനും കാസർഗോഡിലേക്ക് പോകാനും ഒക്കെ ഉള്ളൊരു തീരുമാനം എങ്ങനെയാണ്? ഈ കഥ ആവശ്യപ്പെട്ടത് കൊണ്ടാണോ അതോ അങ്ങനെ ഒരു ഡിസിഷൻ? അങ്ങനെയല്ല. നമ്മളിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. നമ്മളൊരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങളുടെ എക്സ്പീരിയൻസേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ 10-30 കൊല്ലം ജീവിച്ച എൻ്റെ ചുറ്റുപാടും ആളുകളുമാണ് അതിലും ആഴത്തിൽ ഉള്ളിലുള്ളത്. അപ്പം നമ്മൾ സ്വസിദ്ധമായിട്ടുള്ളൊരു സിനിമയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അതാണ് റിഫ്ലക്റ്റ് ചെയ്ത് വരിക എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ തീരെ നഗരത്തിൽ ജീവിച്ചിട്ടുള്ള ആളല്ല. ഞാൻ അല്ലെങ്കിൽ ഒരു പ്രായം വരെയെങ്കിലും എനിക്ക് കൂടുതൽ അറിയാവുന്നതും ഞാൻ അങ്ങനത്തെ നാട്ടിൻപുറവും അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, എനിക്ക് ധാരണയുള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഘടകമായിരിക്കാം. ഇപ്പം ആഷിഖേട്ടൻ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ടൗണിൽ ജനിച്ച് വളർന്ന ആളാണ്. അയാൾക്ക് ചിലപ്പം അതായിരിക്കും കുറച്ചും കൂടെ പരിചയമുള്ള സാഹചര്യങ്ങൾ. ഇത്രയൊക്കെയുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മൾ ഫഹദിനെ ഭയങ്കര സിറ്റി ബേസ്ഡ് സ്വാഭായിട്ടുള്ള ക്യാരക്ടേഴ്സിലെ പൊതുവെ കണ്ടുവന്നിരുന്നത്. ദിലീഷാണ് ഫഹദിനെ ഒരു ഇടുക്കിക്കാരനായിട്ടും വളരെ അങ്ങനെ ഒരു കള്ളൻ അങ്ങനെയൊക്കെയുള്ള റോളിൽ നമ്മൾ തീർത്തും എക്സ്പെക്ട് ചെയ്യാത്ത റോളുകളിലേക്ക് ഫഹദിനെ കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന് മുന്നേ ആ ഒരു ഇമാജിനേഷൻ? ഫഹദുമായിട്ടുള്ള പരിചയം ഒരു ഫാക്ടർ ആയിരിക്കാം. ശരിക്കും സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോഴാണ് ഫഹദ് അങ്ങനെയുള്ളത്. ഫഹദ് ശരിക്കും ആലപ്പുഴക്കാരനായിട്ടുള്ള ഭയങ്കര സാധാരണ അങ്ങനെ ഒരു ഇപ്പം ടൗണിലാണ് പുള്ളി ജീവിച്ചെങ്കിലും ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നണത്. പുള്ളി അങ്ങനെ പഠിച്ച സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും പക്ഷേ പുള്ളി ഭയങ്കര ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര നാടൻ ആളുകളെയൊക്കെ അങ്ങനെ അറിയുന്ന ഇടപഴകുന്ന അങ്ങനത്തെ ഒരാളാണ്. അയാൾക്ക് വളരെ ധാരണയുണ്ട് അതിനെക്കുറിച്ച്, നല്ല ഓർമ്മകളും ഒക്കെ അതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അങ്ങനെ ആലപ്പുഴയിൽ അങ്ങനെ ലോക്കലി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ എനിക്കതിനകത്ത് ഫഹദ് ചെയ്യില്ല. പിന്നെ അതൊക്കെ ഒരു ഇമേജ് തോന്നലുകളും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു സാധനം അത്രയേ ഉള്ളൂ. നല്ല പെർഫോമർ ആണ് എന്നുള്ളതും ഫാക്ടറാണ്. നമ്മൾ ജോജിയിലേക്ക് വന്നു കഴിയുമ്പം അന്ന് പറഞ്ഞ KG ജോർജിനോടുള്ളൊരു ട്രിബ്യൂട്ടാണ് ഇരകളുടെ ഒരു ഇല്ല. ഞാൻ എങ്ങനെയാ അങ്ങോട്ട് എന്താ കറക്റ്റ് സംഭവം? അത് അല്ല, നമ്മളൊരു ആ പടത്തിലൊരു പ്രോസസ് ടൈമിൽ നമ്മൾ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഫറൻസിലോട്ട് നമ്മൾ പോയിരുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് മാക്ബത്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആലോചന. നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ കോവിഡ് ടൈമാണ്, ഒരു സിനിമ ചെയ്യാമെന്നങ്ങ് തീരുമാനിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുമായിരുന്നു. മെൻ്റലിയൊക്കെ എല്ലാവരും കുറേ നാളകത്തിരുന്ന് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല. മൊത്തം അങ്ങനെ ട്രൈ എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ടീമിനൊക്കെ ഒരു ഉണർവാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ശ്യാമുകൂടെ അങ്ങനെ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കുറച്ച് ആളുകളുമായിട്ടൊരു സീറ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടൊരു സിനിമ ചെയ്തേക്കാം. അപ്പം കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് എങ്ങനെ കുറച്ച് രംഗങ്ങളുള്ള സിനിമ എന്ന ആലോചനയിലാണ് നമുക്ക് ഏതെങ്കിലും ഒരു നാടകം എടുക്കാം. ഒരു നാടകം എടുത്തിട്ട് അതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് നോക്കാം. അപ്പോൾ നാടകമാകുമ്പോൾ കുറച്ച് ലിമിറ്റഡ് ലൊക്കേഷൻസിൽ ഉള്ള സാധ്യതകളുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു നാടകത്തെക്കുറിച്ച് ആലോചിച്ചത് സത്യത്തിൽ. അപ്പം അങ്ങനെ ഞാൻ കാലടി പഠിക്കുന്ന സമയത്ത് മാക്ബത്തിൻ്റെ ഒരു പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മാക്ബത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പം മാക്ബത്തിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്കൊരു സാധനം ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് മാക്ബത്തിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സാധ്യമാകുന്നൊരു ആലോചന, അത് ഞങ്ങളൊരു ഘട്ടം വരെ എത്തിയുള്ളൂ. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 1-2 നല്ല ഹുക്ക് പോയിന്റുകൾ കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് മാക്ബത്തിനെ അങ്ങ് വിടാം ചെറുതായിട്ട്. ഇനി മാക്ബത്തിലേക്ക് പൂർണ്ണമായിട്ടും അടുപ്പിക്കാൻ ശ്രമിച്ച് ഈ സ്വതസിദ്ധമായി ഉണ്ടായി വന്ന ഈ സാധനത്തിനെ നശിപ്പിക്കേണ്ട എന്നുള്ളൊരു ആലോചന വരികയും നമ്മൾ മക്ബത്തിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ എടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അതിനെ ഒന്ന് റൗണ്ട് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ആരോപണം, അല്ലെങ്കിൽ ആരോപണമല്ല, അങ്ങനത്തെ ഒരു ചർച്ച. അങ്ങനെ എനിക്ക് പ്രദേശത്തിൻ്റെ സിമിലാരിറ്റികൾ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പടം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്വാധീനം ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടാവാം. അതൊന്നും നമുക്ക് അങ്ങനെ KG ജോർജ് സാറോ അദ്ദേഹത്തിൻ്റെ സിനിമകളോ നമ്മളെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതാണ്. അപ്പം അത് തീർച്ചയായിട്ടും
മലയാളിക്ക് ഇത് അഭിനയിക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇരകൾ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടേ ഇല്ല. ചർച്ചയിൽ വന്നിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വന്നിട്ടേ ഇല്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു സാമ്പിൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. നമ്മൾ ഈ സാധനത്തിൽ നമുക്ക് നല്ലൊരു ഫ്രെയിം വർക്ക് ഈ ഇതിൽ കടന്നിട്ട് അതിലേക്കാണ് പൊക്കോണ്ടിരുന്നത്. ഇനി അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും. അതിന് ശേഷമാണെന്ന് തോന്നുന്നു 2-3 സിനിമകൾ ഈ ഹൈ റേഞ്ച് സിനിമകൾ ചെയ്തപ്പോൾ ദിലീഷ് തന്നെ മലയോരം സ്റ്റാർ എന്നൊക്കെ വിളിക്കുക. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്, നല്ലതല്ലേ. ഇതൊക്കെ വരുമ്പോൾ OBB ഒക്കെ വരുമ്പോൾ അത് എപ്പോഴെങ്കിലും സബ് കോൺഷ്യസ് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ? അത് അറിയാതെ വരുന്നതാണോ ഇങ്ങനത്തെ സിനിമകൾ? അത് 2-3 കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം എന്നെ വിളിക്കുന്നതും ഒരു ഘടകമാണ്. എനിക്ക് ചേരുന്ന കഥാപാത്രങ്ങൾ അത് അങ്ങനെയായിട്ടായിരിക്കാം, എനിക്ക് പരിചയമുള്ളതായിരിക്കാം, എൻ്റെ ടേസ്റ്റുകൾ കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ വരും. പിന്നെ നമ്മുടെ ഭൂപ്രകൃതിയിലാകെ 3 ഭൂപ്രകൃതി ഉള്ളൂ ഇവിടെ കേരളത്തിൽ. തീരദേശം, മലയോരം, ഇവിടെ. അപ്പം അതിൽ 3-1 പറയുമ്പോൾ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ വെറൈറ്റി ചെയ്യാൻ മാത്രം വെർസറ്റൈൽ ആക്ടറൊന്നുമല്ല ഞാൻ. അതാണ് അതിൻ്റെ റിയാലിറ്റി. അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. അല്ലേ, അത്രയും വ്യത്യസ്തകളൊക്കെ ഉള്ളൂ. അപ്പം ചിലപ്പോൾ 2-3 അടുപ്പിച്ച് വരും. അത് കുഴപ്പമില്ല, രസമുള്ള കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഔസേപ്പിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് വളരെ നല്ലൊരു റോളും എനിക്ക് തോന്നുന്നു ദിലീഷിൻ്റെ കരിയറിൽ ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പും എന്നാൽ ഭയങ്കര ലൗഡ് അല്ലാത്ത ഒരുപാട് എന്താ പറയുക ആത്മസംഘർഷം എന്നൊക്കെ പറയുന്ന അതെങ്ങനെയുണ്ടായിരുന്നു ആ പെർഫോമൻസ് ചെയ്യാനുള്ളത്? അല്ല, അങ്ങനെ ചോദിച്ചൊന്നും പറയാനില്ല. ഓക്കെ ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറെ നറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു ധാരണ വെച്ചിട്ട് നമ്മളങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ചൊരു വേറെ ഒരു ട്രിക്ക്. ഇപ്പം നമ്മൾ ഒരു പ്രത്യേക സിനിമയോട് പ്രത്യേക ഒരു കൂടെയുള്ള ആക്ടേഴ്സ് ആണെങ്കിലും വളരെ സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു. വിജയരാഘവൻ ആണെങ്കിലും കലാഭവൻ ഷാജോൺ ആണെങ്കിലും അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമുക്കിപ്പോൾ കോ ആക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ഏത് സിനിമയിലായാലും കാരണം നമുക്ക് കോ ആക്ടർ നന്നായിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ അഭിനയിക്കാനുള്ള കുറച്ച് അഭിനയിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇതൊരു എക്സ്ചേഞ്ച് ആണല്ലോ. എന്തെങ്കിലും ഒരു ഇമോഷൻ നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പുറത്തെ ആൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കാണ് അതിൻ്റെ ഗുണം. നമുക്ക് അത് സ്വീകരിക്കാൻ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് പറ്റുന്ന ആളാണെങ്കിൽ കുറച്ച് ഇംപ്രൊവൈസേഷൻ സാധ്യതകളും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഡയറക്ഷന് വേണ്ടി ഒരുപാട് റിസർച്ചും ഡീറ്റെയിലിങ്ങും ഒക്കെ കണ്ടെത്തുന്ന ഒരാളാണ്. അഭിനയത്തിന് അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന് അത് എപ്പോഴെങ്കിലും ചെയ്യാറുണ്ട്? ഇപ്പോൾ റോണ്ടിൽ ഒരു പോലീസുകാരാണ്, അപ്പോൾ പോലീസുകാരൻ്റെ ഡീറ്റെയിലിംഗ് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഡയറക്ഷൻ പോലെ ചെയ്യലില്ല. ഞാൻ കുറച്ചും കൂടെ അതിൻ്റെ മേക്കറെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേക്കർ എനിക്ക് വേണ്ടിയിട്ട് അതും കൂടെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ഒരു നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കായിട്ട് നമ്മൾ ആ ക്യാരക്ടറെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റിസർച്ചുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ബേസിക് ഒരുക്കങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഒരു ക്യാരക്ടറിലേക്കൊന്ന് വീഴുന്നത് വരെ. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങളിലൊക്കെ ചിലപ്പം നമ്മൾ ഒരു എഫേർട്ടൊക്കെ എടുക്കും. ഞാനിപ്പം റോന്തൊക്കെ ചെയ്യുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ റൂമിൽ കുറച്ച് ദിവസം യോഹന്നാനായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ റൂമിൽ വന്നിട്ട് പിന്നെ നമ്മൾ പേഴ്സണലി പിറ്റേ ദിവസം പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴും ആ ക്യാരക്ടറും കളയാതെ റൂമിനകത്ത് അങ്ങനെയൊന്നും അത് കുറച്ച് ദിവസങ്ങൾ ആദ്യത്തെ ഒന്ന് ട്രാക്കിലേക്ക് വീണ ക്യാരക്ടറിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ശ്രമങ്ങൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഗൺ പ്രാക്ടീസുകളൊക്കെ എടുത്തിരുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ടും എടുക്കണം. അങ്ങനെയുള്ള ഗൺ പ്രാക്ടീസുകൾ റൈഫിൾ ക്ലബിന്റെ സെറ്റിംഗ് സ്ക്രീനിലും അല്ലെങ്കിലും ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് കിട്ടിയില്ല. റൈഫിൾ ക്ലബിന്റെ സെറ്റിംഗ് നമ്മൾ കാണുന്നവർക്കും അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വളരെ ഡിഫറെന്റ് ആണല്ലോ സാധാരണ സിനിമകളിൽ നോക്കുമ്പോൾ. അതിന്റെ ഒരു സ്റ്റോറി ആണെങ്കിലും അതിന്റെ ഭാഗമാകുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ലായിരുന്നു. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആ പ്രോജക്റ്റിൽ. ആദ്യം തന്നെ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഒരു നറേറ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ അധികം ക്യാരക്ടേഴ്സ്, അത്രയും ക്യാരക്ടേഴ്സ് വന്നാൽ എല്ലാവർക്കും നല്ല ഐഡൻറ്റിറ്റിയും ഭയങ്കര അങ്ങനെയൊക്കെയുള്ള പരിപാടി പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യാൻ പ്രോസസ്സും ഭയങ്കര അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ അത് അങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ ആയിട്ട് ഒരേ സ്ഥലത്ത് കുറേ ദിവസങ്ങളുടെ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ആ വർക്ക് കുറച്ച് നാടക പ്രവർത്തനം ആ കാലഘട്ടത്തൊക്കെ ഓർമ്മപ്പെടുത്തി എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രോസസ്സും ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ സുരഭിയൊക്കെ കുറേ നാൾ കൂടി സുരഭിയുടെ കൂടെയൊക്കെ കുറേ നാൾ ഉണ്ടായിരുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു. അതങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എല്ലാവരും ഇംപ്രൊവൈസേഷനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ കുറേ ആൾക്കാർ, അതും അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, രാമചന്ദ്രനൊക്കെ അങ്ങനെ അത്രയും
പഴയ ആൾക്കാരും അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളവർക്കായിരുന്നു ഭയങ്കര. അതെ അതെ കുറച്ച് സംസാരിച്ചിരുന്നു. ഞാൻ ഈ മലയാളം അല്ലാത്ത ഭാഷകളിലൊന്നും അത്ര കംഫർട്ടായിട്ടുള്ള ഒരാളല്ല, പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ പോലും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അനുരാഗമായിട്ട് സംസാരിക്കുമ്പം ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. സിനിമ കണ്ടിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഒന്നും കണ്ടിട്ടില്ല, എന്നാലും കണ്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ കുറച്ച് മലയാളം അല്ലാത്ത ലാംഗ്വേജ് സിനിമകൾ വളരെ കുറവ് കാണുന്ന ആളാണ്. പുള്ളി ഒരു മലയാളം സിനിമയുടെ ഫാനാണ്. പുള്ളി ക്രിക്കറ്റ് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. റൈഫിൾ ക്ലബിലെ ക്യാരക്ടർ, അത് മാത്രമല്ല ആ സ്ക്രിപ്റ്റും ആ ഒരു പ്രൊമൈസ് ഒരു കൺവിൻസിംഗ് ആയിട്ട് ഇത് മലയാളത്തിലേക്ക് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന്, അതിനകത്തൊരു ലീഡ് റോള് ചെയ്യാൻ പറ്റുമെന്ന്, കഥ റിയാലിറ്റി ഒന്ന് ഇത്തിരി വിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ ഒരു റൈഫിൾ ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സും ആ ഒരു? അതിലൊന്നുമില്ല, ഞാൻ അതിൻ്റെ റൈറ്റേഴ്സിനെയും ഡയറക്ടറെ ഉറച്ചങ്ങ് വിശ്വസിച്ചു എന്നുള്ളതാണ്. എനിക്കങ്ങനെ വിശ്വസിക്കാൻ പാടുള്ള ആരും ആയിരുന്നില്ല ടീമും എന്നുള്ളത്. അതുകൊണ്ട് അവരത് വൃത്തിക്കെടുക്കും എന്നുള്ളത് തോന്നിയിരുന്നു. രസമായിരുന്നു. ഞാൻ പറയില്ലേ, അത് ആ ക്യാരക്ടർ കേൾക്കുമ്പം അതിലെല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു എല്ലാവരും ആഷിഖേണ്ടൊക്കെ അതിൻ്റെ നറേഷൻ അങ്ങനെ ഒരു ഇതല്ലേ, ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകളായിരുന്നു അതിൻ്റെ ഒരു പരിപാടികളൊക്കെ. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ആ ക്യാരക്ടറെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അയാളുടെ ഫീച്ചേഴ്സും അയാളുടെ ചില സീനുകളും ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അതറിയത്തില്ല, കൊമേഴ്ഷ്യലി വിജയിക്കും തന്നെ എന്തോ തോന്നിയിരുന്നു. അതിൻ്റെ ഒരു പരിപാടി സ്ട്രക്ചറും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടെന്നാണ് കരുതിയത്. ദിലീഷ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റിന്റെ പ്രൊഡ്യൂസർ. ഈ പ്രേമലു 3 കോടിയിലാണ് തീർത്തത്, ഏറ്റവും ലാഭം ഉണ്ടാക്കിയ സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്? അല്ലല്ല, കണക്ക് തെറ്റാണ്. പ്രേമലു എനിക്ക് തോന്നുന്നത് 10 കോടി എടുത്ത് ചിലവ് വന്നിട്ടുള്ള സിനിമയാണ്. 8, 9 അങ്ങനെ ഉണ്ടാകുന്നത്. എക്സാക്റ്റ് എനിക്ക് ഫിഗർ ഓർമ്മയില്ല. എന്നാലും ഞാൻ പറയാം, ഇനി ഒരു 8-നും 10-നും ഒക്കെ ഇടയ്ക്ക് ഫിഗർ കോസ്റ്റ് വന്നിട്ടുള്ള സിനിമയാണ്. തെറ്റായ ധാരണയാണ്, അത് തെറ്റായ വാർത്തയാണ്. ഈ പ്രൊഡ്യൂസർ ആയതോടുകൂടി സിനിമയോടുള്ള അപ്രോച്ചിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പം ചില കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും എന്ന് പറയുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര എനിക്കങ്ങനെ തോന്നണില്ല, ആലോചിച്ചിട്ട് അങ്ങനെ ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സിനിമയുടെ ബഡ്ജറ്റിനേക്കാളും കുറവാണ് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയ്ക്കും. എൻ്റെ സിനിമകളാണ് ബഡ്ജറ്റ് കുറവുള്ള സിനിമകൾ, ഡയറക്റ്റ് ചെയ്ത സിനിമകൾ. പ്രൊഡ്യൂസ് ചെയ്തൊക്കെ ബഡ്ജറ്റ് കൂടുതലാണ്. ദിലീഷ് ഒരു അഭിനേതാവാണ്, ഒരു ഡയറക്ടറുമാണ്. ഇപ്പം മറ്റൊരു ഡയറക്ടറുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പൂർണ്ണമായിട്ടൊരു നടനായിട്ട് തന്നെയാണോ സെറ്റിൽ നിൽക്കുന്നത്, അതോ ഉള്ളിൽ ആ ഡയറക്ടർ എപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ടാവും? ഇല്ല, ഞാൻ പൂർണ്ണമായിട്ടൊരു നടനായിട്ട് നിൽക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടുള്ള ആളാണ്. ഞാനിപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിന് ഞാൻ ഒരു ക്യാരക്ടർ അങ്ങനെ പ്ലാൻഡ് അല്ലായിരുന്നെങ്കിലും വേറെ നല്ല ഓപ്ഷനൊന്നും കിട്ടിയിരുന്നില്ല എന്നങ്ങനെ മഹേഷിലൊരു ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷേ ആ സിനിമയുടെ ഒരു സീൻ, ആ സ്റ്റുഡിയോയിലെ സീൻ എടുത്തപ്പം തന്നെ എനിക്കാകെ ബുദ്ധിമുട്ടായി. എനിക്ക് എന്നെ തന്നെ ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് അതുകൊണ്ട് എൻ്റെ ബാക്കി സീനുകളെല്ലാം ഷൂട്ട് ചെയ്യാതെ മാറ്റി വെക്കുകയോ ചെയ്തത്. എന്നിട്ട് അത് മാത്രമായിട്ടൊരു ഷെഡ്യൂൾ ചെയ്യാൻ പിന്നെ ചെയ്യുകയോ ചെയ്തത്, ഇതെല്ലാം തീർത്തിട്ട്. കാരണം എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യുന്നത് എത്രയാണ് നല്ലതാണെന്ന് എനിക്കറിയില്ല എൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ തീരെ നമുക്ക് പക്ഷേ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 100% കഥാപാത്രമാണെന്ന് നമുക്കെങ്കിലും തോന്നണമല്ലോ. അപ്പോൾ അത് തോന്നാൻ കുറച്ചുകൂടെ ഡയറക്ടറെ വിശ്വസിക്കുകയാണ് നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മോണിറ്ററിൽ കാണാറുമില്ല, ഒരു ഷോട്ടും പ്ലേ ബാക്ക് കാണാറില്ല. വളരെ റെയറായിട്ട് എന്തെങ്കിലും മണ്ടത്തരം വല്ല ടെക്നിക്കലി കാണിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാൽ മാത്രം, ഇതിപ്പോൾ ഒരു പടത്തിൽ 1-2 ഷോട്ട് കാണും എന്നുള്ളതല്ലാതെ പൊതുവേ ഞാൻ അഭിനയിച്ചത് ഞാൻ കാണാറില്ല. കണ്ടു കഴിഞ്ഞാൽ എനിക്കത് വീണ്ടും കോൺഫിഡൻസ് ചോർന്നു പോകുന്ന കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോഴത്തെ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് ഒന്നും വളരെ റെയറായിട്ടാണ് കേൾക്കുന്നത്. അതായത് ഞാൻ മലയാളം അല്ലാത്ത വേറെ ഭാഷകളുടെ സിനിമകളൊന്നും അങ്ങനെ അധികം കാണാറില്ല. സാധാരണ എല്ലാവരും കാണിയാലെന്നല്ല, അധികം കാണാറില്ല. അധികം മലയാള സിനിമകളെല്ലാം ഞാൻ കാണും. എല്ലാ സിനിമകളും തന്നെ ഞാൻ കാണും. ഈ ഒരു ഫിലിം മേക്കർ ആവണമെന്ന് ആ ഒരു സമയത്ത് സാധാരണ പലരും ഇന്റർനാഷണൽ സിനിമകളൊക്കെ ആയിരിക്കും കൂടുതലും കാണുന്നത്. വായനകളും അത്തരം. ദിലീഷ് സ്വയം ഒരു ഫിലിം മേക്കർ ആവാൻ എടുത്ത ട്രെയിനിങ് എങ്ങനത്തെയാണ്? കൂടുതലും നമ്മളുടെ സിനിമകളൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങനെ മലയാള സിനിമകളാണ് ഏറ്റവും കൂടുതൽ എന്നല്ല, എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട സിനിമകളെല്ലാം തന്നെ ഞാൻ കണ്ടു തീർത്തിട്ടുണ്ടാവാം.
അങ്ങനെ കാണും, സിനിമകളെല്ലാം കാണും. മലയാള സിനിമകളാണ് പക്ഷേ കാണുക. മറ്റേത് എന്ന് വെച്ചാൽ ഇപ്പം ആരെങ്കിലും വളരെ നല്ല പടമാണ്, ഭയങ്കര കണ്ടിരിക്കേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന പടങ്ങളാണ് ഞാൻ കാണുന്നത്. മലയാളം എന്ന് പറയുമ്പോൾ മെയിൻ സ്ട്രീം മലയാളം സിനിമ തന്നെയാണോ? അല്ലല്ല, എല്ലാ പടങ്ങളും ഞാൻ കാണാൻ ശ്രമിക്കും മലയാളത്തിന്. ഞാൻ ആ ഭാഷയിൽ റോൾ മോഡൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഐഡിയൽ യുവർ മെന്റർ എന്നൊക്കെ അങ്ങനെ അതെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സിംഗിൾ പേഴ്സണിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഇൻസ്പയർ ചെയ്ത് അങ്ങനെ എല്ലാവരും ഇപ്പം ഞാൻ ഒരുപാട് ഇപ്പം മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ്, ഇപ്പോൾ കെ ജി ഓർ സാറോ അല്ലെങ്കിൽ പത്മരാജനും എല്ലാവരും പറയുന്ന പേരുകൾ, സത്യനന്ദിക്കാട്, അവരുടെയൊക്കെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പ്രിയദർശൻ, ഞാൻ അങ്ങനത്തെ എല്ലാ സിനിമകളും കാണുന്ന ആളാണ്. നിലീഷ് ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തിരക്കഥ എന്ന് പറയുന്നത് ഒരു വായിച്ച് ആസ്വദിക്കേണ്ട കാര്യമല്ല എന്നും അത് ടെക്നീഷ്യൻസിനുള്ള ഒരു ക്യൂ മാത്രമാണ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് മാത്രമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ചെറിയ റോളാണ് ഒരു സ്ക്രിപ്റ്റിനോട്? അത് ചെറുതല്ല, വലുതായതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ചെറിയ റോളായിട്ടല്ല. അതിപ്പം ഞാൻ കരുതിപ്പം അതൊരു വിഷ്വലിന് വേണ്ടിയിട്ട് എഴുതപ്പെടുന്ന ഒരു പ്ലാനാണ്. അതിന് വളരെ റോളുണ്ട്. അത് തെറ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതിരിക്കാനാണ് പലപ്പോഴും അങ്ങനെ പറയുന്നതടക്കം. നമ്മളിപ്പം ഞാനൊരു പടം ചെയ്യുമ്പോൾ ഞാനും ശ്യാമുമായിട്ടുള്ള ഡിസ്കഷനിൽ നിന്നാണ് ഡിസ്കഷൻ ഉണ്ടായി വരുമ്പോൾ ശ്യാം എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പലതും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് എൻ്റെ സെൻസിബിലിറ്റിയും കൂടെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും അത് ആ സീൻ വേറൊരാൾ വായിക്കുമ്പം A B C ഓരോ ക്യാരക്ടർ വായിക്കുമ്പോഴും ഓരോ തരത്തിലാണത് ഫീൽ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഇപ്പം വായനയുടെ സ്വാതന്ത്ര്യം വേറൊന്നാണ്. നമുക്ക് വിഷ്വലിലേക്ക് വരുമ്പോൾ അതല്ല, കുറച്ചും കൂടെ സ്പെസിഫൈഡ് ആവണം. നമ്മൾ സ്പെസിഫൈഡ് ആവേണ്ടതുണ്ട്. അപ്പം അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മളതിനെ അങ്ങനെ പറയുന്നത്. ഇതൊരു ഡയറക്ടർക്കുള്ള നോട്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നിക്കൽ നോട്ടായിട്ടാണ് നമ്മളതിനെ കാണേണ്ടതുള്ളൂ. അല്ലാണ്ട് നമ്മൾ എഴുതുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ അതല്ല അതിൻ്റെ പ്രധാന ധർമ്മം ആ വിഷ്വൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണ്. അതിനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. അത് തെറ്റായി ആരും തരും. ഞാൻ ആക്ടേഴ്സിനൊക്കെ വായിക്കാൻ കൊടുക്കൽ കുറവാണ്. വളരെ ആരെങ്കിലും നിർബന്ധിച്ചാലാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് കൊടുക്കൽ. നറേറ്റ് ചെയ്യാണ് ചെയ്യുക. നേരിട്ടത് ആ സീൻ നമ്മൾ നറേറ്റ് ചെയ്യുകയോ പതുക്കെ അത് അപ്പോഴാണ് നമുക്ക് അവർക്ക് എന്ത് മനസ്സിലായെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവർ ആക്ടേഴ്സ് അവരവരുടെ ഒരു സെൻസിബിലിറ്റിയിലായിരിക്കും വായിച്ചു പോവുക. അപ്പം അത് ഇങ്ങനെ റോങ് ആയിട്ട് പലതും ഉൾക്കൊള്ളാനും അതിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഗ്രാജുവലായിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ്റെ സാധ്യതയും കൂടെ കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ ബൗണ്ട് സ്ക്രിപ്റ്റിൽ നിന്ന് ഒരുപാട് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഇംപ്രവൈസ് ചെയ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് മഹേഷ് തൊണ്ടിമുതലൊക്കെ വളരെയധികം ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഇംപ്രവൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ്. മഹേഷിൻ്റെയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സീനുകൾ ഉപേക്ഷിക്കുകയും പുതിയ സീനുകൾ ഒരുപാട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് പ്രോസസ്സിൽ. ഞാൻ എല്ലാ പടങ്ങളും ലീനിയറായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പ്രായോഗികമാവണമെന്നില്ല, പക്ഷേ എനിക്ക് ഈ 3 പടങ്ങൾ അങ്ങനെ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിങ്ങനെ ഗ്രാജുവലി ഒരു കുറച്ച് ടീമുകൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഗ്രാജുവലി നമ്മളൊരു ഈ റെഫറൻസ് വെച്ച് ഇങ്ങനെ സിനിമ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. നമുക്ക് ആ സിനിമ കണ്ടാണ് നമ്മളും വരുന്നത്, ആ ഒരു എല്ലാ ആക്ടേഴ്സും എല്ലാം. അപ്പോൾ അതിങ്ങനെ പതുക്കെ നമ്മൾ അതിനനുസരിച്ച് നല്ല സാരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ ബേസിക് ത്രെഡ് മാത്രം സെയിം ആയിരിക്കും. അല്ല, അങ്ങനെയല്ല മാറ്റം നമുക്ക് എന്തിന് മറ്റേ സാധനം ഉണ്ടല്ലോ അവിടെ. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പലതും ഇപ്പം നമ്മൾ എന്തിനാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു സീൻ അവിടെ എഴുതിയിരിക്കുന്നത് എയും ബിയും എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു ചിലപ്പോൾ ഒരു 3 സീൻ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ സീൻ എടുക്കുമ്പോൾ തന്നെ ആ റിലേഷൻ സാധ്യമാകും. പിന്നെ നമുക്ക് ആ സിനിമയുടെ കഥ പറയാൻ വേണ്ടി ബിയും സിയും ചിലപ്പം വേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ആ റിലേഷൻ ഗ്രോത്തിന് വേണ്ടി അത് അനാവശ്യമായിരിക്കും ആ പ്ലോട്ടിൻ്റെ ഗ്രോത്തിൽ. ചിലപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാവണം, എയും ബിയും തമ്മിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സീൻ എഴുതിയിരുന്നു. പക്ഷേ 2 സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇൻറ്റൻസ് പെർഫോമൻസ് കൊണ്ടോ അതിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ നമ്മളത് പ്രായോഗികമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ അത് അച്ചീവ് ചെയ്താലേ ഉള്ളൂ കഥയ്ക്ക് മുമ്പോട്ട് വളർച്ചയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള എല്ലാ ഇംപ്രവൈസേഷനും സാധ്യമാകുന്നത് ഈ ആക്ടേഴ്സ് എത്രത്തോളം കംഫർട്ടബിൾ. ഞാൻ ചോദിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് കിട്ടിയ ഡയലോഗ് കാണപ്പാടും പഠിച്ച് അവതരിപ്പിക്കുന്നു, അതിന് പകരം ഉൾക്കൊണ്ട് ചെയ്യുന്നു. അതപ്പോൾ ഈ ആക്ടേഴ്സും ഈ ഒരു പ്രോസസ്സിൽ കംഫർട്ടബിൾ ആവണം. തീർച്ചയായിട്ടും അങ്ങനെ കംഫർട്ടബിൾ ആകാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും പറ്റും. നമ്മളതിങ്ങനെ
അവരതിലേക്ക് എത്തിക്കാറുണ്ട്. നമ്മളിപ്പം ഇങ്ങനെ ഇപ്പം അവർ വായിക്കാതെ നമ്മൾ ആ സീൻ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് പലപ്പോഴും നമ്മുടെ ഡയലോഗുകൾ തന്നെ ആയിരിക്കും, പക്ഷേ ആക്ടേഴ്സിന് പെർഫോം ചെയ്യുമ്പോൾ തോന്നും അത് അവരായിട്ട് പറഞ്ഞ ഡയലോഗ് പോലെ അവരെ തോന്നിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. അത് ഇൻട്രസ്റ്റിംഗ് ആണത്. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്, നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ലൈറ്റപ്പിന് എടുക്കുന്ന സമയം പോലെ ഒരു ഷോട്ട് പെർഫോം ചെയ്യാനും നമ്മൾ സമയം എടുക്കാറുണ്ട്. അതിൻ്റെ റിഹേഴ്സൽ ഇപ്പോൾ തൊണ്ടിമുതലൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലത്തെ കോൾ ഷീറ്റ് ബാക്കി യൂണിറ്റുകാർക്കൊന്നും രാവിലത്തെ കോൾ ഷീറ്റ് ഇല്ല. രാവിലെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും ആക്ടേഴ്സുമാണ് ഏറ്റവും ആദ്യം വരേണ്ടത്. അവരൊക്കെ 9-10 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. കാരണം രാവിലെ ഇവർ വന്നിട്ട് ആക്ടേഴ്സും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സുമായിട്ട് ഫുൾ റിഹേഴ്സൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷോട്ട് ഏതാണെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കൽ പണികൾ പിന്നേ വരുന്നുള്ളൂ, റിഹേഴ്സൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷൂട്ട് നിർത്തിയിട്ട് പിന്നെ ബാക്കി എല്ലാവർക്കും പോകും, ആക്ടേഴ്സും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും നിന്നിട്ട് നമ്മൾ വീണ്ടും റിഹേഴ്സൽ ചെയ്ത് നാളെ എടുക്കേണ്ട സീനുകൾ റിഹേഴ്സൽ ചെയ്ത് ഒരു പാകത്തിൽ എത്തിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിലൊരു ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പോവുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് എടുക്കുന്നത്, ആ പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ. പക്ഷേ ആക്ടേഴ്സിന് ഭയങ്കര താല്പര്യമാണ് പലപ്പോഴും. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ആരും വർക്ക് ചെയ്ത ഒരു എല്ലാവർക്കും ഭയങ്കര അത് ആദ്യം ഒരു കൺഫ്യൂഷൻ. ചിലവരൊക്കെ സീനിയർ ചിലപ്പം അങ്ങനെ ഒരു സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് ചിലത് വരുമ്പോഴത്തേക്കും 2-3 ടേക്കൊക്കെ വരുമ്പോൾ, പക്ഷേ അവർ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. ആക്ടേഴ്സിനാണ് അത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ തൊണ്ടിമുതലേ പോലീസുകാരെ അഭിനയിപ്പിച്ച അനുഭവം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിപ്പോൾ അവർ പലരും വളരെ എക്സ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സും അല്ലേ പലരും ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതാ ഒരു എങ്ങനെ അതിലേക്ക് എത്തി, ആ പ്രോസസ്സിലേക്ക് എത്തിയത്? പോലീസ് ഇപ്പം സിനിമയുടെ ആ സ്ക്രീൻ പ്ലേ ഒരു പോലീസ് സ്റ്റേഷനകത്താണ് പരിപാടികൾ ഇത്രയും വരുന്നത്. 10-22 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് തന്നെ എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും കുറവ്. അപ്പം ഇപ്പോൾ ഒരാളെ വിളിച്ചിട്ട് പോലീസായിട്ട് അഭിനയിക്കാൻ വരുമ്പം, ഒരു ആക്ടർ അഭിനയിക്കുമ്പം ആൾക്ക് ഒത്തിരി അഭിനയിക്കാനുണ്ട്. പോലീസായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ബിഹേവ് ചെയ്താൽ മതി, അവർക്ക് പ്രിപ്പറേഷൻ കുറച്ച് അഭിനയിച്ചാൽ മതി. അപ്പം അതാണ് ഞാനൊരു സാധ്യമായിട്ട് വന്നത്. അതുകൊണ്ട് അങ്ങനെ പോലീസുകാരായിട്ടുള്ള ആളുകൾക്കിടയിൽ മാത്രമാണ് അതിന് വേണ്ടിയിട്ട് ഓഡിഷൻ നടത്തുകയും അതിൽ നിന്ന് കുറച്ച് നല്ല ആളുകൾ, അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അതുപോലെ തന്നെ അത് മാത്രമല്ല, നമുക്ക് ശരിക്കും അങ്ങനെ ചെയ്തത് അങ്ങനെ അഭിനയത്തിലെ സാധ്യതയ്ക്കാണെങ്കിലും, പക്ഷേ സിനിമയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത് കുറച്ചും കൂടെ നമ്മുടെ ചില മണ്ടത്തരങ്ങൾ അവർ പലപ്പോഴും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലും പിന്നീട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പോലീസ് സ്റ്റേഷനിലെ ചില നടപടിക്രമങ്ങൾ സിനിമയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഭയങ്കര അധികം സഹായിച്ചിട്ടുണ്ട്. അവരവിടെ അങ്ങനെ ഒരു കുറേ ഉണ്ടായിരുന്നത്, അവരുടെ എക്സ്പീരിയൻസുകളും ഒക്കെ പെരുമാറ്റങ്ങളും ഒക്കെ നമ്മളെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അസിസ്റ്റൻ്റായിരുന്ന ഷാഹി ഇപ്പോൾ റൗണ്ട് ചെയ്ത് ഷാഹിയുടെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ്, കാരണം പുള്ളി പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് തുടക്കമൊക്കെ നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മെൻറ്റോറിനെ പോലെ കാണുന്ന ആളെ തന്നെ അഭിനയിപ്പിക്കുമ്പോൾ അതൊരു ചെറിയൊരു ഹെസിറ്റൻസി ഉണ്ടായിരുന്നു. പിന്നെ അതിലധികം ഈസിയായി എന്നുള്ളത്. എന്താ പറയുക, അസിസ്റ്റൻ്റ് ആയിരുന്ന ഒരാളുടെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ദിലീഷ് പോത്തൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല ഫ്രീഡം ഉള്ള ആളാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഷാഹി അങ്ങനെ പറയുന്നു, ഷാഹിയുടെ ഒരു ബേസിക് നേച്ചർ കൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ബേസിക്കായിട്ട് ഷാഹിക്ക് മൊത്തത്തിൽ ഇച്ചിരി പേടിയൊക്കെ കുറച്ച് ആങ്സൈറ്റിയുള്ള പുള്ളി എപ്പോഴും പ്രകടിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. ഞാൻ കരുതുന്നത് ഞാൻ ഭയങ്കര ഡയറക്ടേഴ്സിന് ഭയങ്കര ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. വേറെ സ്ട്രെസ്സൊന്നും ഇല്ലെന്നാണ്. ഷാഹിയായിട്ടുള്ള വർക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, ഷാഹിയായിട്ട് നല്ല പരിചയമുള്ള ആളാണ് എന്നുള്ളത്. പിന്നെ ഷാഹി പ്രത്യേകിച്ച് ഒരു പോലീസ് ക്യാരക്ടർ ആകുമ്പോൾ ഷാഹിക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ആളാണ്. അത് നേരത്തെ തന്നെ ഇതിനു മുമ്പ് ഞാനിപ്പം ഡയറക്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഷാഹി എഴുതിയ ജോസഫിൽ പീറ്റർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഈ ഫിലിം റിവ്യൂവേഴ്സിനെ അല്ലെങ്കിൽ ആ റിവ്യൂയിങ് ആ പ്രോസസ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ചോദിക്കാൻ കാരണം ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ നാട്ടിൻപുറത്ത് കലങ്കിലൊക്കെ ഇരുന്ന് ഗോസിപ്പ് പറയുന്ന ആളുകളെ പോലെയാണ് ഞാൻ സോഷ്യൽ മീഡിയ ഫിലിം റിവ്യൂവേഴ്സിനെ കാണുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അതിന് ഫിലിം റിവ്യൂവേഴ്സിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫിലിം റിവ്യൂവേഴ്സിനെ ഞാൻ കാണുന്നത് ഇപ്പം നമ്മൾ ഒരാൾ സിനിമ കണ്ടിട്ട് നമ്മളോട് അഭിപ്രായം പറയുന്ന പോലെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് അതിനെ കാണുന്നു, അത്രേ ഉള്ളൂ. ഈ റിവ്യൂവിങ്ങിന് ഒരു സിനിമയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഉള്ള ശക്തി ഉണ്ടോ? റിവ്യൂ ചെയ്യുന്ന ഒരു ഒറ്റ ബെൽറ്റ് അല്ലല്ലോ, അത് തീർച്ചയായിട്ടും അങ്ങനെ പറ്റത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെയല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പം ഞാൻ ഒരാളെ വിശ്വസിക്കണമെങ്കിൽ അയാൾ മുമ്പ് പറഞ്ഞൊക്കെ ശരിയാവുള്ളൂ. അയാളത് തെറ്റിച്ചാൽ പറയുന്നെങ്കിൽ എനിക്ക് അയാളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അത് അത്ര പ്രായോഗികമല്ലെന്നാണ്. പിന്നെ ഇത് പലരാണല്ലോ പറയുന്നത്, പലരുടെ ടേസ്റ്റുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ആർട്ടാണെന്നും അത് ആസ്വദിക്കപ്പെടുന്നത് പലരും പല രീതിയിലാണെന്നും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനം ആർക്കും ഉണ്ടാക്കാനും പറ്റില്ല. അതല്ല, നമുക്ക് ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും സിനിമ ചെയ്യുന്നത്. ആ ടാർഗറ്റഡ് ഓഡിയൻസ് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും സിനിമയ്ക്ക് അനുസരിച്ച്. അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ചിലപ്പം പിന്നെ പരാജയപ്പെടും. ഫിലിം മേക്കർക്ക് അതിനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, എന്നാലേ നമുക്ക് നല്ല സിനിമകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫിലിം മേക്കർ ഒരു സിനിമ ചെയ്ത് അയാൾക്ക് പരാജയപ്പെടാനുള്ള അവകാശം കൂടെ കൊടുക്കുമ്പോഴാണ് നല്ല അറ്റംപ്റ്റുകൾ സാധ്യമാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നിർഭാഗ്യവശാൽ ഇൻഡസ്ട്രി എന്ന നിലയിൽ പരാജയപ്പെട്ടവർക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ അത് സാധ്യമാകുമ്പോഴാണ് പുതിയ പുതിയ അറ്റംപ്റ്റുകൾക്ക് എല്ലാവർക്കും മുതിരാൻ പറ്റുള്ളൂ. തോക്കാനും കൂടെ അവസരം കൊടുക്കണം, എന്നാലാണ്. നല്ല സിനിമയെ അപ്പോൾ ഒരു മോശം റിവ്യൂ കൊണ്ട് തകർക്കാൻ പറ്റുമോ? ഇല്ല, എങ്ങനെയാണ് തകർക്കാൻ പറ്റുന്നത്? നല്ലത് ആ സിനിമ ഒരാളല്ലോ, പലരല്ലേ റിവ്യൂ ചെയ്യുന്നത്. എല്ലാവരും കൂടെ ഒരേപോലെ മോശം എന്ന് പറയില്ലല്ലോ. അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കിവിടെ സാധ്യമല്ലല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു റിവ്യൂ കേട്ടിട്ട് സിനിമ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള അവർക്കുള്ള ട്രസ്റ്റിലാണ് അത് പോകുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഗ്രാജുവലി ഇപ്പം ഞാൻ ഒരു 100 റിവ്യൂവേഴ്സ് ഉണ്ടാവും, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പം ഇയാളാണ്, കാരണം എൻ്റെ ടേസ്റ്റിനോട് കുറച്ച് ഇയാളാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാണ്ട് അത് ഒരിക്കലും അങ്ങനെ റിവ്യൂ ഒരു സിനിമേനെ മോശമാക്കണം. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും മാറുന്നു. ഇപ്പം പഴയ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പം ഒരാൾ മോശം പറഞ്ഞു, പക്ഷേ അവിടെ ചെന്നിട്ട് ഓഡിയൻസ് നേരെ അവരുടെ അഭിപ്രായം പറയും. അവർ പറയുന്നത് അയാൾ പറഞ്ഞത് മോശം പോലെ ഒന്നുമല്ല, ഇത് നല്ല സിനിമയാണ് എന്ന് അവർ പറയും. അതിനെയാണ് ആളുകൾ കൂടുതൽ വിശ്വസിക്കുക. അങ്ങനെ തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയിലൊക്കെ പല പടങ്ങളും ഉണ്ടാകാറുണ്ട്. അത് ഇൻഡസ്ട്രിയിൽ വേറൊരു ഡിസ്കഷൻ ഉണ്ടല്ലോ, ഈ സിനിമയുടെ പേര് മാറ്റുക എന്നുള്ളൊരു പ്രശ്നം. അത്തരത്തിലുള്ള വിവാദങ്ങളുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് പേരിടുമ്പോൾ നമ്മൾ വിവാദങ്ങൾ ഉണ്ടാകുന്നതല്ല ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന് പേരിടുമ്പോൾ ഫിലിം മേക്കർക്ക് ഏറ്റവും സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്ന രീതിയിലും ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിലും നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അപ്പം ഇങ്ങനെ ഒരു പേരിട്ടത് കൊണ്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് അതൊരു വിഷമം ഉണ്ടാകും. ഇത്രയും കാലം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം സൊസൈറ്റിയിൽ വന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്? അല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോന്നിനനുസരിച്ച് അല്ലേ നമുക്ക് ഇരിക്കത്തുള്ളൂ. ഇപ്പം ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ ഓരോ സാധ്യതകൾ അങ്ങനെ പുറത്തേക്ക് വരും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാവരും ഡിസ്കഷനിലാണ് ഇപ്പോഴും. അതൊരു തീരുമാനമായ കേസല്ലല്ലോ. അത് നമുക്ക് നോക്കാം. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഫ്രീഡം കിട്ടുക എന്നുള്ളതുള്ളൂ ഫാക്ടർ. നമുക്കിപ്പം നല്ല ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുക്കാൻ, ഇഷ്ടമുള്ള ഇൻറ്റൻസിറ്റിയിൽ കാണിക്കാൻ, അപ്പം അതിനൊക്കെ ക്രൈറ്റീരിയകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതിന് എങ്ങനെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ എന്നൊക്കെയുള്ളത്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിലീഷ് ബോസൻ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. ഇപ്പോൾ ഇതിനകത്ത് അഗ്രിമെന്റിനകത്ത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ ആക്ടറും കൂടെയാണ്. ആക്ടേഴ്സ് ഓക്കെ ആണോ ഇപ്പം ഇങ്ങനെ ഒരു അഗ്രിമെന്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? അഗ്രിമെന്റ്സിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്തോട്ടെ, നല്ല കാര്യമല്ലേ. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ നിരോധിതമായിട്ടുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നത് ശരിയല്ല. അത് നല്ലതല്ലല്ലോ. അപ്പോൾ അത് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമാക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ലേ. റീമേക്ക് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള സിനിമകളുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ചില സിനിമകൾ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഇടയ്ക്ക് ഞങ്ങളൊരു പഴയ മലയാള സിനിമ ഇങ്ങനെ റീമേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ അത് ഇതേപോലെ എഴുതിയിട്ട് അങ്ങോട്ട് എത്തിയില്ല. ബാലചന്ദ്ര മേനോൻ്റെ ഒരു സിനിമയായിരുന്നു. ഞാൻ എൻ്റെ പേര് മറന്നുപോയി, ഞാൻ വിട്ടുപോയി. ഒരു ഉമ്മറൊക്കെയുള്ള കുറച്ച് പഴയ പടമാണ് ബാലചന്ദ്ര മേനോൻ്റെ കുറച്ച് പടം. അതിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ശ്യാം ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു താല്പര്യം തോന്നിയതാണ്. പക്ഷേ കുറച്ച് വർക്ക് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് എഴുതിയെത്താൻ പറ്റിയില്ല. ഈ മെയിൻ സ്ട്രീം സെൻസിബിലിറ്റീസും ആർട്ട് ഹൗസ് സെൻസിബിലിറ്റീസും രണ്ടാണ് എന്നൊരു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? മെയിൻ സ്ട്രീം സെൻസിബിലിറ്റീസും ആർട്ട് ഹൗസ് സെൻസിബിലിറ്റി അത് രണ്ടിനെയും മാരി ചെയ്ത് എന്താ പറയുക എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ് ദിലീഷ് ബോസൻ പലരും പറയാറുണ്ട്. രണ്ടാന്നല്ല, അതിങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണല്ലോ. അതിങ്ങനെ കൃത്യം നമുക്ക് അതിനൊരു ജംഗ്ഷൻ ഇതിനിപ്പുറത്തേക്കുള്ളത് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം ഇതിനെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ
കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് വേണ്ടത്, അല്ലെങ്കിൽ പോപ്പുലർ ഓഡിയൻസിന് അവരെ എന്തെങ്കിലും തരത്തിൽ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഒക്കെ അത് മാറിക്കൊണ്ടിരിക്കും. ആ എൻ്റർടൈൻ ചെയ്യാനുള്ള സാധ്യതകൾ, മീറ്ററുകളൊക്കെ അതത് സൊസൈറ്റിക്കും ഓഡിയൻസിൻ്റെ ഒരു ഇതിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മീറ്ററിൽ അതാണ് അവിടെ വേണ്ടത്. ആ എൻ്റർടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ സിനിമ എന്തായാലും വിരസമാവും. ഇപ്പോൾ നമ്മളൊരു സിനിമ ഉണ്ടാക്കി അതിൽ നല്ലൊരു ഉദ്ദേശം പറയുകയും പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ആർട്ട് ഹൗസ് സിനിമകളായിട്ട്, അത് കുറച്ചുകൂടി എക്സ്പെരിമെൻ്റലോ അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമകളോ ഒക്കെ ആയിട്ട് അത് മാറുന്നു. അതിനകത്ത് ഇതുണ്ട്. പക്ഷേ അതൊരു ഒരു സ്ലോപ്പ് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് നല്ല അതേ കണ്ടൻറ്റ്, അതേ ആർട്ട് ഹൗസ് സിനിമ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞെന്ന് വെച്ചിട്ട് ആ വർക്ക് മോശമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ജോജി പോലൊരു സിനിമ OTT ചെയ്തതിനകത്ത് തിയേറ്ററിലേക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉറപ്പായിട്ടും അത് OTT-ക്കാണ് എന്നുള്ള ധാരണയോട് കൂടി തന്നെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഓഡിയൻസ് ഇങ്ങനെയായിരിക്കും ഈ സിനിമ കാണുക അധികവും, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള റണ്ണിനെ ബാധിക്കില്ല എന്നൊക്കെ ഉള്ള ധാരണകൾ നമ്മൾ പല അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അത് വന്നതിനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു തിയേറ്ററിലേക്കായിരുന്നെങ്കിൽ ആ സിനിമ വേറെ തന്നെ കുറച്ച് എന്തായാലും മാറിയേനെ. സ്വന്തം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ജോജി. അപ്പൊ എന്താ പറയാ, അത് ക്രിയേറ്റീവ്ലി അതിനെ ഒന്നുകൂടെ ഞാനത് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രോസസ്സിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നോ? ഞാൻ പ്രൊഡ്യൂസറാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അത് വേറൊരു ടീം തന്നെ, നമ്മുടെ തന്നെ ഓഫീസ്, അതങ്ങനെ ഒരു എക്സിക്യൂഷൻ ടീം ആണ് അത് നടക്കുന്നത്. നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മളതിനകത്ത് ഒരു സിനിമ സെലക്ട് ചെയ്യുന്നിടത്ത് നമുക്ക് ആ പ്രോസസ്സ് എടുക്കുന്നുള്ളൂ. ഒരു സിനിമ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ പിന്നെ അങ്ങനെയുള്ളൂ. അല്ലാണ്ട് നമ്മളതിൽ ഭയങ്കര ഗഹനമായിട്ടുള്ള ഇടപെടലൊന്നും ഇല്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ അതിനകത്ത് സംവിധാനം ചെയ്യുമ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അഫക്റ്റ് ചെയ്യുമോ? കാരണം ഇത്രയും പുഷ് ചെയ്താൽ ഇത്രയും പൈസ അതിനകത്ത് ചിലവുണ്ട്, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഡയറക്ടർ തന്നെ മുകളിൽ. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഇങ്ങനെ പ്രൊഡ്യൂസർക്ക് അപ്പോഴത്തേന് എനിക്ക് പ്രൊഡ്യൂസറില്ല, എന്നിൽ പ്രൊഡ്യൂസറില്ല. പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ആളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ഇപ്പോൾ അവിടെ നിന്നുള്ളത്. എനിക്ക് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഔട്ടിന് വേണ്ടിയിട്ട് എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് എന്ത് നഷ്ടം വന്നാലും അഭിനയിക്കുമ്പോൾ ആക്ടർ മാത്രം, സംവിധാനം ചെയ്യുമ്പോൾ സംവിധായകൻ മാത്രം. മറ്റത് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മളത് ബാധിക്കും. നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റണം. ഇനി എന്താണ് പ്രേമലു 2-ന്റെ അപ്ഡേറ്റ്? എന്താണ് പ്രൊഡക്ഷൻ? എന്തായാലും ഉടനെ ഇല്ല എന്നുള്ളതാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ. എന്തോ ഡയറക്ഷൻ അടുത്ത വർഷം നടക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. ഇപ്പോൾ പറഞ്ഞാൽ എഴുതി ഏകദേശം വട്ടം എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു കുറച്ചും കൂടെയൊക്കെ എഴുതി വരാനുള്ളൂ. അത് ഇപ്പോൾ 1-2 മാസത്തിനുള്ളിൽ എഴുത്ത് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ആക്ടറെയൊക്കെ കണ്ട്, ശ്യാമും പോൾസൺ എന്ന് പറഞ്ഞിട്ട് കാതലൊക്കെ എഴുതി. ഫഹദിനെ മാറ്റി പിടിക്കുന്നുണ്ടോ ഇത്തവണ? അല്ല, ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പേ മാറ്റി ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്യാരക്ടർ എഴുതി വരുമ്പോഴത്തേക്കും മുമ്പത്തെ പടം പുള്ളി ചെയ്തു എന്നതുകൊണ്ട് അയാൾക്ക് ചേരുന്ന ഒരു ക്യാരക്ടർ എന്ന് അയാൾ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. നല്ലൊരു നടനെ നമുക്ക് മിസ്സാവുമല്ലോ. അത്രേ ഉള്ളൂ. റിയലിസത്തിൽ നിന്ന് മാറ്റി വരണം ചെയ്യണം എന്നുള്ള ഒരു ബോധപൂർവമായ ഒരു തീരുമാനമുണ്ടോ? ബോധപൂർവമായിട്ട് ഞാൻ തീരുമാനിക്കുന്നില്ല. അത് ചിലപ്പം ഭയങ്കര ഫോഴ്സ്ഡ് ആയി പോവാം. അതിനൊരു അവസരം വരുമ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. കുറച്ചും കൂടെ ഇപ്പം എന്നാലും ചിലപ്പോൾ ഉണ്ട്, അറിയത്തില്ല. ഇതൊക്കെ നമ്മളിപ്പോൾ പ്ലാൻ പോലെ അല്ലല്ലോ പലതും. ഇതും സിറ്റിയാണോ അതോ ഗ്രാമീണ പശ്ചാത്തലമാണോ? അപ്പം നിലവിലുള്ളതും വീണ്ടും ഗ്രാമങ്ങളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സിറ്റിയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, അത് മുഴുവൻ ഗ്രാമമല്ലേ. 70 അല്ലേ, ഒരു 80% ഗ്രാമങ്ങൾ തന്നെ കേരളത്തിൽ ആകെ. ദിലീഷിന്റെ മനസ്സിലെ സിനിമകൾ തന്നെയാണോ ഇതുവരെ ചെയ്തിട്ടുള്ളത്? 3 ഇപ്പോൾ റൈറ്റർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ അയാളുടെ ആയിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമകളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മാസ് പടങ്ങൾ ഒരിക്കലും ഈ ഒരു ഇതിൽ വന്നിട്ടില്ല. അല്ല, നല്ലൊരു പരിപാടി വരാഞ്ഞിട്ടാണ് നമ്മളതിന് വേണ്ടി ശരിക്കും. ഞാൻ 90 മുതൽ കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് എത്തിപ്പെട്ടില്ല. പിന്നെ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും കാണും. മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ സിനിമകളും കാണും. എല്ലാ ജോണറോ അതിൻ്റെ ക്വാളിറ്റിയോ അത് പൊളിഞ്ഞ് പരാജയപ്പെട്ടതോ വിജയിച്ചോ ഒന്നും എനിക്ക് വിഷയമില്ല. ഞാൻ എല്ലാ സിനിമകളും അങ്ങനെ ഇരുന്ന് കാണും. ഈ സിനിമാക്കാരെ പറ്റി, പ്രത്യേകിച്ചും കൊച്ചിയിലെ സിനിമാക്കാരെ പറ്റിയുള്ളൊരു ആരോപണം, എല്ലാവരും ഡ്രഗ്സിലാണെന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും കേൾക്കാറുണ്ട്. അത് എത്രമാത്രം ശരിയുണ്ട് അതിൽ? നമുക്കെല്ലാവരെയും അറിയില്ല. എല്ലായിടത്തും ഉള്ള പോലെ ഉപയോഗിക്കുന്നവരുണ്ടാവാം. അല്ലാതെ കൊച്ചിയിലെ സിനിമാക്കാർക്ക് പ്രത്യേകിച്ച്
ഡ്രഗ്സ് അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടാവുമോ? എനിക്ക് നിങ്ങൾ പറയുന്നതാണ് തോന്നുന്നത്. ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാൻ വഴിയുണ്ടോ? ഇല്ലല്ലേ. ഇപ്പം ഡ്രഗ്സൊക്കെ ഭയങ്കര ഇതല്ലേ. നമ്മൾ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ സർവൈവ് ചെയ്യാൻ പറ്റും? എല്ലാവരും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവും ഉറപ്പായിട്ടും. സൊസൈറ്റി കാര്യമായിട്ട് എല്ലായിടത്തും ഉപയോഗം ഉണ്ടെന്നാണ് പറയുന്നത്. കണക്കൊക്കെ കേട്ട് നമുക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മൊത്തം കേരളത്തിലെ അവസ്ഥയായിട്ട്. ഫിൽം മേക്കർ വളരെ ചൂസിയാണ്, വളരെ സെലക്റ്റീവാണ്. ആക്ടർ എന്ന രീതിയിൽ സൗഹൃദങ്ങളുടെ പേരിലൊക്കെ സിനിമകൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. എന്നാലും ഈ സ്വന്തം കൺവിക്ഷനിൽ നിൽക്കാത്ത, സ്വന്തം പൊളിറ്റിക്സുമായിട്ട് അലൈൻ ചെയ്യാത്ത റോൾസ് ഒക്കെ ചെയ്യാനൊക്കെ അത് പലപ്പോഴും ചെയ്യേണ്ടി വരാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ അടുത്താണ് ഞാൻ കുറച്ചും കൂടെ ആക്ടിങ്ങിനെ സീരിയസ് ആയിട്ടൊക്കെ കണ്ടത്. അതിന് മുമ്പ് ഞാൻ കുറച്ചും കൂടെ ഈ ഒരു സാമ്പത്തിക ഒരു വരുമാന മാർഗം എന്ന നിലയിലാണ് ഞാൻ ആക്ടിങ്ങിനെ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. സംവിധാനം ചെയ്ത് വല്ലപ്പോഴും പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പുകൾ ഇങ്ങനെ ഒരു വരുമാന മാർഗമായിട്ടാണ് ഞാൻ ആദ്യ സമയത്തൊക്കെ ആക്ടിങ്ങിനെ കണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് എന്നാൽ ഞാൻ ചെയ്ത ചില ക്യാരക്ടേഴ്സിനൊക്കെ നല്ല അപ്രിസിയേഷൻ കിട്ടി. അങ്ങനെ ഒരു വന്ന സാഹചര്യത്തിലാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇപ്പോൾ അതിനെ കാണുകയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സ്വന്തം പൊളിറ്റിക്സുമായിട്ട് അലൈൻ ചെയ്യാത്ത ആക്ടർ എന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് സംഭവിക്കും. നമ്മളിപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കഥ പറയുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴോ ചിലപ്പോൾ നമുക്ക് അന്നേരപ്പം തന്നെ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് സംസാരിക്കും. അപ്പം ഞാൻ അതിൻ്റെ പേര് ചെയ്യാതിരുന്ന സിനിമകളുണ്ട്, ഉറപ്പായിട്ടും ചെയ്യാതിരുന്ന സിനിമകളുണ്ട്. അത് ഭയങ്കര ചിലപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ നിലപാട് വേറെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ എനിക്ക് ഇമോഷണലി ഒരു ഓക്കെ അല്ലാത്തതുകൊണ്ട് ഒക്കെയുള്ള ഒരു പല ക്യാരക്ടേഴ്സ് നമ്മൾ അങ്ങനെ വേണ്ടാന്ന് വെക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ചിലത് നമ്മൾ ഇങ്ങനെ പടം ചെയ്ത് അതിൻ്റെ ഒരു ഇംപ്രവൈസേഷൻ പോർഷനിലൊക്കെ ചിലപ്പോൾ ചെയ്യുന്ന ചില ഡയലോഗുകളൊക്കെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് പേഴ്സണലി ചിലപ്പോൾ ആ ഡയലോഗുകളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്യും. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ അവസ്ഥ വെച്ചിട്ട് നമുക്കത് പലപ്പോഴും ചെയ്യേണ്ടി വരും. അത്ര വലിയ ബാധകങ്ങളല്ലാത്തതൊക്കെ ചെയ്യും. അല്ലാത്തതിന് നമ്മൾ കൂടുതൽ ഫൈറ്റ് ചെയ്യും, അതിനെതിരെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ദിലീഷ് ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, ഡയറക്ടറാണ്. ഈ വിജയങ്ങൾ എങ്ങനെയാണ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? മാറ്റം വരുത്തിയിട്ടുണ്ടോ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ? അറിയത്തില്ല. നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ടാവും. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാണ്ടിരിക്കാൻ ആണ് ഞാനിങ്ങനെ ശ്രമിക്കാറുള്ളത്. കാരണം വിജയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ നിൽക്കുന്നു, നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് ചിലപ്പം വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഉറപ്പുവരുത്താനാണ് ശ്രമിക്കാറ്. കോൺഷ്യസ്ലി ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ വിജയങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും രൂപപ്പെടുന്നതും സർക്കിളുകളും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിലും ഒക്കെ ചിലപ്പം തെറ്റായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നമ്മളും സ്വയം തെറ്റിദ്ധരിക്കപ്പെടാനുള്ളതാണ്. കാരണം റെഗുലറായിട്ട് നമുക്കിങ്ങനെ ഒരു വിജയം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഏത് സമയം ഒരു പരാജയത്തെ നേരിടാനുള്ള പേഴ്സണലായിട്ടുള്ളൊരു മുന്നൊരുക്കം ബോധപൂർവ്വം ഞാൻ എടുക്കാറുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പം ദിലീഷിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു വലിയ ഡയറക്ടർ അങ്ങനെയൊന്നും അല്ല തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വലിയൊരു ഡയറക്ടറാണെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. അത് വളരെ ചെറിയ നമ്പറാണ്, വളരെ ആകെ ചെറിയ കുഴപ്പമില്ലാത്തൊരു 3 സിനിമ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിൽ കൂടുതൽ കവിഞ്ഞിവിടെ വലിയൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതാണ് റിയാലിറ്റി. ഇവിടെ 100 സിനിമയൊക്കെ ചെയ്ത സംവിധായകർ ജീവിച്ച് അല്ലെങ്കിൽ ഇപ്പോഴും പടം ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ ഞാൻ പ്രിയൻ സാറാണ്ട് 100ാമത്തെ പടാമെന്ന് പറയുന്നു. 3 ചെയ്തതിൽ 2 നാഷണൽ അവാർഡ് കിട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദിലീഷ് പോത്തലിന്റെ ഫിൽം മേക്കറിനോടൊരു എക്സ്പെക്ടേഷനും ഒരു റെസ്പെക്റ്റും എല്ലാം ഉണ്ടാവുമല്ലോ. അത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ മുന്നോട്ടുള്ള ജോലിയിൽ? ഒരു ബാധ്യത ആവാണ്ടിരിക്കാനാണ് ഞാൻ സ്വയം അത് വലിയ തീരെ കൺസിഡർ ചെയ്യാതെ അതിനെങ്ങനെ, കാരണം അത് നമുക്കൊരു പ്രഷർ തരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് സ്വതസിദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ നമുക്കത് പണിയാണ്. അത് ഗ്രാജുവലി നമ്മൾ കുറച്ചും കൂടെ ഒറിജിനൽ ആളല്ലാണ്ടായി പോകും. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ചിലപ്പം ശരിക്കും അവിടെ നിന്നാണ്. നമ്മളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഞാനിപ്പോൾ തന്നെ നാട്ടിൽ കുറച്ച് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. എന്തൊക്കെ പരിപാടിയുടെ ആക്റ്റീവ് ടൈമാണെന്നൊക്കെ പറഞ്ഞാലും അത് നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആവാൻ ഒക്കെ അത് ആവശ്യമാണ്. ആ റിഫ്രഷ്മെൻ്റ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഞാനങ്ങനെ എപ്പോഴും ഗ്രൗണ്ടഡായി നിൽക്കാനുള്ള കോൺഷ്യസ് ശ്രമങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. ഗ്രൗണ്ടഡായിട്ട് നിൽക്കാനല്ല, നമുക്ക് ആ സൊസൈറ്റിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. ഞാനല്ലെങ്കിൽ ഞാനിപ്പം ലെറ്റേഴ്സിൽ PhDക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ വർഷം. അത് ഞാൻ പറഞ്ഞ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആക്ടിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഞാൻ ടോപ്പിക് എന്താണ്? അഭിനയത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നില്ല. അപ്പോൾ ഞാൻ പക്ഷെ അത് ഞാനൊരു ഒരു ബ്രേക്ക് എടുത്ത് അവിടെ പോയി സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കതൊരു റിഫ്രഷ്മെൻറ്റും എനിക്കത് കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെ ക്ലാസ്സിൽ പോയിരിക്കുന്നുണ്ട്. അപ്പം അത് രസമാണത്. ഞാൻ പറയുന്നത് അത് നമ്മളെ കുറച്ചും കൂടെ ഒറിജിനലാക്കി നിർത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ അതിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഈ പഠനം ഈ സിനിമാ പഠനവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണോ അതോ പണ്ട് തൊട്ട് സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരാളാണോ? അല്ല, ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ്. മോശം എന്നല്ല, അങ്ങനെ വലിയ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു പഠിക്കുന്നതൊക്കെ. ഞാൻ ഈ കാലടി പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ MA ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ പഠനം എൻജോയ് ചെയ്യാൻ തുടങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട്. അതുവരെ അത് ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഞാൻ എൻജോയ് ചെയ്തത്. ഞാൻ ഇപ്പം അങ്ങനെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടൊരു 10 കൊല്ലം 12 കൊല്ലം ഇങ്ങനെ അല്ലാണ്ട് വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ കാലടി ചെന്നപ്പോഴത്തേക്ക് ഞാൻ ആ പീരീഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതുകൊണ്ട് അപ്പോഴേ ഞാൻ കരുതിയിരുന്നു ഒരു 10-15 കൊല്ലം കൂടെ കഴിയുമ്പം ഒരു ബ്രേക്കും കൂടെ എടുക്കണം. എന്നിട്ട് അങ്ങനെ ഒന്നും കൂടെ അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ളവരോട് കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടും, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പുറത്ത് പോയിട്ടൊരു കോഴ്സൊക്കെ ചെയ്യണമെന്ന് കരുതി ഇരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കിവിടുന്ന് മാറി നിൽക്കാം. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇവിടെ ലെറ്റേഴ്സിൽ അങ്ങനെ ഒരു കോഴ്സ് എനിക്ക് വെച്ചത്. ഈ സിനിമയിലെ സക്സസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. ദിലീഷിൻ്റെ കേസിൽ അങ്ങനെ യാതൊരു സ്ട്രഗിളും നമ്മൾ കാണുന്നില്ല. വളരെ ഒറിജിനലായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ പൊട്ടേന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. നമ്മുടെ ഈ ആഷിഖിന്റെ ടീമിൽ വന്നു ദിലീഷ് നായർ, ദിലീഷ് പോത്തൻ, ശ്യാം, പിന്നെ മധു നായർ. ആ ഒരു എങ്ങനെ അവിടെ വന്നത്, പിന്നെ ആ ഒരു അതിൽ നിന്ന് ഇഷ്ടംപോലെ ഫിലിം മേക്കേഴ്സ് പുറത്തു വരുന്നത്, അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അവിടുത്തെ നമുക്ക് സ്പേസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾക്ക് നമ്മുടെ അവിടെ നമുക്ക് എപ്പോഴും അവസരങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ നമുക്ക് നമ്മൾ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും നല്ല പരിപാടികളുമായിട്ട് ചെന്നാൽ. ഞാൻ അതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നതിൽ നിന്ന് ആഷിഖിൻ്റെ അടുത്ത് വരുമ്പോഴാണ് കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള സെറ്റ്, കുറച്ചും കൂടെ നമുക്ക് ക്രിയേറ്റീവ്ലി എന്തെങ്കിലും ഇടപെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് തരുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഘടകമായിട്ട് ഉറപ്പായിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ആ ക്രിയേറ്റിവിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതുള്ളത്. ആഷിഖേട്ടൻ അങ്ങനെ വിശ്വസിക്കും. അത് എനിക്ക് എന്നെ അങ്ങനെ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന രീതിയിൽ പുള്ളി വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ സ്പേസ് ഉണ്ടായിട്ടുള്ളത്. ഒരു ആക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ഡയറക്ടറാണ്. ഏത് റോളാണ് ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഡയറക്ടർ എന്ന റോള് തന്നെയാണ്. അത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനൊന്നും വേറെ ഒരു പ്രോസസ്സിലും ഇല്ല. സ്വന്തം സിനിമകൾ കാണാറുണ്ടോ? ഈ ഡയറക്റ്റ് ചെയ്ത 3 പടം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അതിലൊന്ന് കാണണമെന്നേ ഞാൻ എന്ന് വെച്ചാൽ ഞാനത് കുഴപ്പമുണ്ടായിട്ടല്ല, ഞാനൊന്ന് കാണണം. ഇനിയിപ്പം കാണുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും എന്നറിയില്ലെന്ന് ഇന്നാളൊരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാനത് പിന്നെ പറ്റിയില്ല, ഞാനൊന്ന് കാണണം. അന്നേരം നമ്മൾ അന്നേരം കാണലുണ്ട്. തിയേറ്ററിൽ പടം റിലീസായി കഴിയുമ്പോഴും ആ സമയത്ത് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കാനോ, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയിരുന്ന എന്താണ് പൊതുവെ എന്താണ് ഓഡിയൻസ് അതത് സീനുകളോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പോയിരിക്കും. തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അതുണ്ട്. ഞാൻ പറഞ്ഞത് ഈ റിലീസ് ചെയ്ത പടം അതിൻ്റെ ചൂട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. തിയേറ്ററിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനാണ്. നമുക്ക് പലപ്പോഴും നമ്മളിവിടെ ഇങ്ങനെയായിരിക്കും ഓഡിയൻസ് എന്ന് കരുതുന്നിടത്ത് ചിലപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റം സംഭവിക്കാറുണ്ട്. നമ്മൾ ചിരിക്കാറെന്ന് കരുതുന്നിടത്ത് ചിരിക്കും, കരയുന്നിടത്ത് കൈയടിക്കും. പലതും. ഇപ്പം എനിക്കങ്ങനെ ഓർമ്മ ഇപ്പം ഞാൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ സൗബിൻ ബേബിചാറിൻ്റെ അടുത്ത് നിന്ന് സൗബിൻ്റെ ക്യാരക്ടർ പിണങ്ങിപ്പോകുന്ന ഒരു സീനുണ്ട്. ഞാൻ ആ ക്രിസ്ത്യൻ്റെ ആർട്ടിസ്റ്റ് ബേബി ഇത്ര ചീപ്പാണെന്നൊക്കെ പറയുന്ന ആ സീൻ. അപ്പോൾ ആ സീൻ്റെ ഒരു എൻ പോർഷൻ ഞാൻ എഡിറ്റിംഗ് ടൈമിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഫസ്റ്റ് കട്ടിൽ അതുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ട്രിമ്മിങ് നടന്നു വന്നത് എനിക്ക് അതിങ്ങനെ
വർക്കാകാത്തൊരു ഹ്യൂമർ അവിടെ വർക്കാകും. അതെന്ന് വെച്ചാൽ രണ്ട് ഇമോഷൻ ഉണ്ട് അവിടെ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ. അത് ഹ്യൂമർ കയറിയിട്ട് അത് കൊള്ളാണ്ട് പോവുക, അതിങ്ങനെ കൺഫ്യൂസ്ഡായി എവിടെ ഫോക്കസ് ഇല്ലാതെ അത് പോവുമോ പാളുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞാണ് ഞാൻ. പക്ഷേ എന്നിട്ട് ബിജിവാൽ എന്നെ ഫോൺ വിളിച്ച്, അല്ല അവിടെ ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നല്ലോ അതെന്താ ഒഴിവാക്കിയത്? ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊരു ഡൗട്ട് എനിക്കുണ്ടെന്ന്. പറഞ്ഞാൽ ഒരു കാര്യം ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ വിജയേട്ടൻ്റെ ധൈര്യത്തിലാണ് ഞാൻ അത് ആ വിജയേട്ടനാണ് അത് റെക്കമെൻഡ് ചെയ്തത്. അതല്ല അത് വർക്കായിരുന്നു എനിക്ക് ഭയങ്കര. അപ്പം ഞാൻ വീണ്ടും അത് രണ്ടാമത് അതിൽ ആഡ് ചെയ്തു. തിയേറ്ററിൽ അത് ഭയങ്കര ഞാൻ പറയാം എൻ്റെ ജഡ്ജ്മെൻറ്റ് പാളിയ സ്ഥലങ്ങളാണ് അങ്ങനെയൊക്കെ. ബിജുപാലൊക്കെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ പാർട്ടിലൊക്കെ ഭാഗമാണോ? ബിജുവാൻ എല്ലാവരും ഭാഗമാണല്ലോ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു എൻസംബിൾ ആർട്ടാണല്ലോ. അത് ഒരുപാട് കലകൾ കൂടി ചേർന്നാലാണ് ഈ സാധനം. സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരാൾ രാവിലെ വന്നിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാവുമല്ലോ ഒറ്റയ്ക്ക്, ബാക്കി പോലെ അല്ലല്ലോ. ഒരുപാട് അതിനകത്ത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് അത് അച്ചീവ് ചെയ്യുന്നത് എല്ലാവരും അവരവരുടെ സിനിമ ആകുമ്പോഴാണത് ഒരു നല്ല പ്രോഡക്റ്റായി മാറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സിനിമകളൊന്നും എൻ്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ടീം വർക്കാണ്. ആ ടീം വർക്ക് എന്ന് പറയുന്നത് എനിക്ക് ചുറ്റുമുള്ള 5-6 പേരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസും എൻ്റെ അങ്ങനത്തെ ഉള്ള എല്ലാ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ഞാൻ അങ്ങനെ ആരാ അഭിപ്രായം പറഞ്ഞാലും അതിനെ വെൽക്കം ചെയ്യുന്ന ആളാണ് ഞാൻ. നമ്മൾ ഈ സിനിമാ മോഹമായി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, സിനിമ ഒബ്സഷൻ പോലെ കൊണ്ടു കിടക്കുന്നത്. സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് അവരോട് എന്താ പറയാനുള്ളത്? അവരെന്ത് ചെയ്യണം? എന്തായിരിക്കണം അവരുടെ ഒരു ഫോക്കസ്? അങ്ങനെ ഒരു കൃത്യം റൂട്ടില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു കൃത്യം ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ആ വഴിയിലൂടെ എല്ലാവരും പോയേനെ. അങ്ങനെയില്ല. നമുക്ക് ഓരോരുത്തരുടെയും സാധ്യതകൾ ഡിഫറെൻ്റ് ആണ്. ഒന്നാമത് നമുക്കിതിനെ പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സിനിമ ട്രൈ ചെയ്യുന്ന ഓരോരുത്തരുടെയും സാധ്യതകൾ, അവരവരുടെ കേപ്പബിലിറ്റി, അവരവരുടെ സ്വഭാവ പ്രത്യേകതകളൊക്കെ ഇതിനകത്ത് ഫാക്ടറാണല്ലോ. അപ്പോൾ അതിനെ ആ ലക്ഷ്യത്തിലേക്ക് സ്വന്തമായിട്ട് അപ്പോൾ അവനവൻ്റെ റൂട്ട് ഇൻഡിവിജ്വലാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് സ്വയം കണ്ടെത്തുക, ആ വഴി കൂടെ പോവുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു മുമ്പിൽ കണ്ട ആളുടെ വഴി ഒട്ടും ഗുണകരമായിരിക്കില്ല. എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ ആകെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവരോട് പറയാന്ന് വെച്ചാൽ ഗോളുകൾ കുറച്ചും കൂടെ ലെങ്തിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. പലപ്പോഴും കുറച്ച് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രഷറുണ്ടല്ലോ, നമുക്ക് ഇന്ന ഏജ് ജോലി കിട്ടണം, ഇന്ന ഏജ് വരുമാനം ഉണ്ടാകണം, ഇന്ന ഏജ് കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള സൊസൈറ്റി പ്രഷറുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഗോളിന് എപ്പോഴും ഇങ്ങനെ ടൈമിങ് ആ സിനിമയിലേക്കൊക്കെ വരുമ്പോൾ ആളുകൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ടൈമിങ് വെച്ചിരുന്നില്ല. അതെനിക്ക് കുറച്ച് സമാധാനം തന്നിരുന്നു, പ്രഷർ കുറച്ചിരുന്നു. അതുകൊണ്ട് പറ്റുമെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അത് കുറച്ച് എത്തിപ്പെടുക അല്ലെങ്കിൽ അത് ചെയ്തെടുക്കാമെന്ന് ചില പാടുള്ളതായതുകൊണ്ട് കുറച്ച് ലെങ്തിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റിയാൽ കുറച്ച് സ്ട്രെസ് എടുക്കുന്നത് കുറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ഷോർട്ട് ടൈം ആകുമ്പോഴത്തേക്ക് അതിനുള്ളിൽ നമ്മൾ ആ വിജയം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര എളുപ്പമാണെന്ന് എനിക്കറിയില്ല. കുറച്ച് സമയം എടുത്താലും സ്വയം വിജയിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് പണ്ടേ ഉണ്ടായിരുന്നു. വിജയിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനൊരു പടം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഞാൻ എടുത്തുള്ളൂ. ചാകുന്നതിന് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിരിക്കും എന്നൊരു കോൺഫിഡൻസിൽ അങ്ങനെ അങ്ങ് പോവാണ്. അത് സാധിക്കുമെന്ന് അറിയത്തില്ല. അതിൻ്റെ വിജയം എത്രമാത്രം അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. കാരണം നമുക്കും അറിയില്ല, നമ്മൾ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ നമ്മുടെ ഒരു തോന്നലാണ്. നമുക്ക് സിനിമ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടിട്ടുള്ള സിനിമകൾ വെച്ചിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പം അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ ഈ കോൺവെർസേഷൻ ഇത്രയാവുമ്പോ തോന്നുന്ന ഒരു കാര്യം, ദിലീഷിന്റെ അച്ഛൻ സിനിമ കാണുമ്പോൾ ബാക്കിലിരുന്ന് പറയാറില്ലേ, ആ ഒരു റിയലിസത്തിലേക്കുള്ള ആ വലി ഉണ്ടല്ലോ, അത് വലിയൊരു റോള് ജീവിതത്തിൽ പ്ലേ ചെയ്തിട്ടുള്ള പോലെ തോന്നുന്നു. ഞാൻ ശ്യാംപുഷ്കർ ഇടയ്ക്ക് പറയുന്നത് പപ്പായാണ് ഇതിന്റെ കാരണം എന്നാണ് പറയുന്നത്. നമുക്കും അത് തന്നെ തോന്നുന്നത്. ഒരു ഭയങ്കര ഗ്രൗണ്ടഡ് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ആ സിനിമ കാണുമ്പോൾ കേട്ടിരുന്ന കമന്റ്സ് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊതുവെ കാണുന്നത് നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മിക്ക ആക്ടേഴ്സ് ദേ പ്ലേ ദ ക്യാരക്ടേഴ്സ് വിച്ച് ആർ യംഗർ ടു ദെയർ റിയൽ ഏജ്. പക്ഷേ ദിലീഷിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് നടന്നത്. പ്ലേയിങ് ക്യാരക്ടേഴ്സ് മച്ച് ഓൾഡർ. സോ ഈസ് ദാറ്റ് അതൊരു പ്രശ്നമായിട്ട് പ്രശ്നം എനിക്ക് തമാശയ്ക്ക് പറയും ഇല്ല. ഞാനതിനങ്ങനെ കാണാൻ ഇപ്പം ഞാൻ ഈ ഹൗസ് വൈഫിൻ്റെ ദിവസത്ത് അഭിനയിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഡയറക്ടറോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ചേട്ടനും കലാഭവൻ ഷാജോനെ അനിയനുമാക്കിയത്? ഞാൻ ഇത് ഭയങ്കര ഉറപ്പായിട്ടും ഷാജോൺ എന്നേക്കാളും മൂത്ത ആളാണ്.
അപ്പോൾ ഞാൻ എന്തിനാണ് എന്നെ ഇതിനെനിക്കൊരു തമാശയ്ക്ക് പറഞ്ഞാണ് അതല്ല ഇതിങ്ങനെ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ തഹസീൽദാറിനെ അനിയനാക്കി എന്ന് വെച്ചിട്ട് എന്തെങ്കിലും കഥയ്ക്കോട്ടെ തമാശയ്ക്ക്. അത് എന്നെക്കുറിച്ചുള്ള ഇപ്പം നമ്മുടെ ഇങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ഫാക്ടേഴ്സൊക്കെ ഉണ്ടാകുമായിരിക്കും. ഞാൻ ഈ പണ്ട് മുതലേ ചെറുപ്പം മുതലേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ള ആളായിട്ടാണ്, ഉള്ളതിനേക്കാളും പ്രായമുള്ള ആളായിട്ടാണ് സ്കൂളിൽ അങ്ങനെ ഒരു കാലഘട്ടം മുതലേ. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി അനാവശ്യമായ റെസ്പെക്റ്റ് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. ഞാനത് അതിൻ്റെ എല്ലാ ബെനിഫിറ്റും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മച്ചുറായിട്ടുള്ള ആളാണെന്നും ട്രസ്റ്റ് ചെയ്യാവുന്ന ആളാണെന്നൊക്കെ അങ്ങനെ കുട്ടിയായിരിക്കും അതിൽ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെക്കാളും പ്രായമുള്ള സീനിയേഴ്സ് ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആക്ടേഴ്സിനെ വിളിച്ചാലും അവർ മൈൻഡ് ആക്കില്ല. ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ അവർ പെട്ടെന്ന് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലുക്ക് നമുക്ക് തന്ന ചില ഓവർ പക്വതകൾ തോന്നിക്കും. എഞ്ചിനീയറിംഗ് പഠനം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം വെച്ചാൽ ഞാനൊരു ആർട്സിൽ ആണ് എൻ്റെ ഗ്രാജുവേഷനോ പി ജിക്ക് ഞാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നണത് ആ മേഖലയിലുള്ള നമുക്ക് കുറച്ച് ധാരണകൾ ഭയങ്കര മോശമായി പോയേനെ. ഇപ്പം ഞാൻ മാത്സിലൊക്കെ കുറച്ച് ബെറ്റർ ആയതിന് കാരണം ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും അതിലുള്ള, പക്ഷെ അതൊക്കെ അങ്ങനെ സയൻസ് പഠിച്ചിരുന്നത് സിനിമയിൽ എനിക്ക് ഗുണകരമായിട്ടുണ്ട്. ഒരു പല കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലും അതിന് ചിലതിനെ അങ്ങനെ കാണാൻ പറ്റുന്നതിലൊക്കെ സയൻസിൻ്റെ ഒരു കാഴ്ചയും ആർട്സിൻ്റെ കാഴ്ചയും രണ്ടാണ്. അതിപ്പോൾ അത് കുറച്ചു കാലം അങ്ങനെ ആ സയൻസിൽ ഫോഴ്സ്ഡ് ആയിട്ടാണെങ്കിലും താല്പര്യമില്ലാതാണെങ്കിലും പഠിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ? അയ്യോ അങ്ങനെ ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അതിപ്പം ഞാൻ ഒരു പ്രൊഡ്യൂസർ ആയതിൽ പോലും അതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല കണക്ക് നോക്കുക എന്നുള്ളതല്ല, നമ്മളതിനെ കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ടെക്നിക്കലിയൊക്കെ പല കാര്യങ്ങളിലും ആ ക്വാളിറ്റി ഉണ്ടെന്ന് കരുതുന്നു. അതിൽ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഏരിയ ഭയങ്കര മോശമായി പോയേനെന്ന് പറഞ്ഞ പോലെ. ഇല്ല അങ്ങനെ ഇല്ലെന്നേ. നമുക്കിപ്പം പ്രത്യേകിച്ച് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഏത് മേഖലയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ അസറ്റാണ്. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ചിലവഴിച്ച ഓരോ മണിക്കൂറും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എങ്കിലും അതുകൊണ്ട് അതിനെ നമുക്ക് ഉൾക്കൊള്ളാനും അത് എവിടുത്തെ ആയാലും അത് മിസ്സിങ് അല്ലോ. അവിടുന്ന് നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സും മനുഷ്യരും എല്ലാം നമ്മുടെ ലൈഫിൽ പിന്നെ റീകോൾ ചെയ്യാവുന്നതാണ്. അതിനെ അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ പിന്നെ ഉപയോഗിക്കാൻ തരത്തിലോട്ട് സെറ്റാക്കാനും പറ്റുമെന്നാണ്. അതുകൊണ്ട് അതൊരിക്കലും ഒരു പീരീഡും എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീൽ ഇല്ല ജീവിതത്തിലെ ഒരു കാര്യത്തോടും. ഇല്ല. ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാകും, തിരുത്താൻ പറ്റാത്ത ഇല്ലായികയൊന്നുമില്ല. അങ്ങനെ ഭയങ്കര അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടോട്ടലി നമ്മളൊരു കാര്യം ഒരു പീരീഡ് സ്പെൻഡ് ചെയ്തതൊന്നും മോശമായി പോയി എന്ന് ഞാൻ കരുതിയിട്ട് അതെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പപ്പയ്ക്ക് ഇപ്പം എന്താ പറയുക? ഇപ്പൊക്കെ ആണല്ലോ. അന്നത്തെ ആ സിനിമാ മോഹം കൊണ്ട് നടന്ന അതൊക്കെ മാറി. ഇപ്പം പപ്പ ഭയങ്കര ഫിലിം ബഫാണ്. എന്നെക്കാളും കൂടുതൽ സിനിമ ഇപ്പം കാണുന്നുള്ളതാണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണും. പറയാറുണ്ട്. പപ്പയുടെ അഭിപ്രായമായിട്ട് ഞാൻ കേൾക്കും.